രാവിലെ എണീക്കുമ്പോൾ ഓ ഷിറ്റ് ഇന്നും പോണല്ലോ, the moment you feel that it's time for you to rethink about your career. I always തമാശക്കാണെങ്കിലും ഞാൻ പറയും ഭയങ്കര നെപ്പോട്ടിസം ആണ് അവിടെ. കാരണം ടീച്ചേഴ്സിന്റെ കുട്ടികൾക്ക് അവിടെ പ്രിഫറൻസ് കിട്ടില്ലല്ലോ. ലൈക്ക് ഞാനൊക്കെ ഒരു സ്ട്രഗ്ലിംഗ് ആക്ടർ ആയിരുന്നു അവിടെ. സോ അങ്ങനെ തന്നെ ഞാൻ പറയും. എഡ്യൂക്കേഷൻ സിസ്റ്റം പോരാ, ഞങ്ങളുടെ ടീച്ചേഴ്സ് പോരാ, അതിന്റെ കാലം കഴിഞ്ഞു. ലൈക്ക് there is no point in blaming the education system because that's not going to change until I don't know how many years. നമ്മളെ ഒരു കാര്യം ചെയ്ത് ബോറടിക്കുമ്പോൾ നാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ഥിരത ഇല്ല എന്നുള്ളത്. സോ വീട്ടുകാരും നാട്ടുകാരും പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ഥിരത ഇല്ല. ആൻഡ് ഐ യൂസ് ടു തിങ്ക് ദാറ്റ് എനിക്ക് സ്ഥിരത ഇല്ലാത്ത ഒരാളാണ്, ദർ ഇസ് സംതിങ് റോങ് വിത്ത് മീ എന്നുള്ളത്. അൺടിൽ ഐ came to know about this term. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ചിട്ട് നമ്മൾ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് അതൊരു ഹൈലി സക്സസ്ഫുൾ കരിയറാക്കി മാറ്റിയിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ജീവിതം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമ്മൾ മിക്ക ആൾക്കാർക്കും അത് സാധിക്കാറില്ല. ഒരുപാട് കാരണങ്ങളുണ്ടാവും. എന്നാൽ അതിൽ വൺ ഓഫ് ദ ടോപ്പ് റീസൺ എന്നുള്ളത് നമ്മുടെ കരിയർ പ്ലാനിങ്ങിൽ ഉണ്ടാകുന്ന അപാകതകളും അറിവില്ലായ്മയും മിസ്റ്റേക്സും ഒക്കെ തന്നെയാണ്. എവിടെ തുടങ്ങണം, എപ്പോൾ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഇതൊന്നും അറിയാറുണ്ടാവില്ല മിക്ക ആൾക്കാർക്കും. ഈ എപ്പിസോഡ് കാണുന്ന കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷണലായിരിക്കാം, ചിലപ്പം പഠിച്ചു കഴിഞ്ഞിട്ടും ജോലി ഇല്ലാത്ത ഒരാളായിരിക്കാം, ചിലപ്പോൾ ഇതൊന്നും അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം. ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. എപ്പോൾ തുടങ്ങണം, എവിടെ തുടങ്ങണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ മിസ്റ്റേക്സ് ഒഴിവാക്കണം, എവിടേക്ക് അന്വേഷിക്കണം, എന്തൊക്കെ അന്വേഷിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്കുള്ളതാണ്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു മാധുര്യം കൂട്ടേണ്ടിയിട്ട് ഞാൻ ഇതൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് കാലത്തെ വെയിറ്റിങ്ങിന് ശേഷം ഫൈനലി വി ഹാവ് ദി ഹഷ്ബ ഹംസ. കേരളത്തിൽ ഇന്നത്തെ വൺ ഓഫ് ദ ടോപ്പ് കരിയർ കോച്ച്, ഹാഷ്ടാഗ് എന്നുള്ള കരിയർ കോച്ചിങ് ആൻഡ് സ്കിൽ സെൻറ്ററിൻ്റെ ഫൗണ്ടർ, ജോഷ് ടോക്സ് മലയാളത്തിൻ്റെ കോണ്ടന്റ് അസോസിയേറ്റ്, കോണ്ടന്റ് ക്രിയേറ്റർ, പബ്ലിക് സ്പീക്കർ, മെൻറ്റർ, അങ്ങനെ ഒരുപാട് സ്കില്ലുകളും ഒരുപാട് ഐഡിയാസും ഒരുപാട് ഇൻട്രസ്റ്റുകളും ഒരുപാട് എക്സ്പീരിയൻസും ഉള്ള ഞാൻ എൻ്റെ ഒരു മെൻറ്റർ സ്ഥാനത്ത് കാണുന്ന ഒരു അടിപൊളി ഹ്യൂമൻ ബീങ്. ആൻഡ് ഇതൊരു പുതിയ തുടക്കമാണ്. ഈ ഒരു പുതിയ തുടക്കത്തിൽ ഹഷ്ബത്താനേക്കാളും ആപ്റ്റായിട്ടുള്ള ഒരാളെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഐ എം റിയലി ഷുവർ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു എ ലോട്ട് ആസ് വെൽ. സോ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ ഓർ സെൻഡ് യുവർ ഫീഡ്ബാക്ക്. സോ ദിസ് ഈസ് എപ്പിസോഡ് നമ്പർ 62 ഓഫ് ദ മല്ലു ഷോ വിത്ത് ഹഷ്ബ ഹംസ ആൻഡ് റിസ്വാൻ റംസാൻ. ഹാപ്പി ലിസ്ണിംഗ്, ഹാപ്പി ഗ്രൈൻഡ്. അപ്പോൾ അശ്ബത്ത, എവിടുന്ന് തുടങ്ങാം? ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഓൺ ദ ഷോ. ആൻഡ് ലിറ്ററലി ഇതൊരു കൈൻഡ് ഓഫ് ന്യൂ ബിഗിനിങ് ആണ് ഷോൻ്റെ. ആൻഡ് ഒബ്വിയസ്ലി ആ ഒരു ബിഗിനിങ്ങിൽ നിങ്ങളെക്കാൾ ആപ്റ്റായിട്ടുള്ള വേറൊരാൾ സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. വെറുതെ അറിയണമല്ല. ഓക്കെ, അപ്പോൾ സാധാരണ എല്ലാവരോടും ചോദിക്കുന്നതാണ് ലൈക്ക് 3 വാക്കിൽ നിങ്ങളെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളത്. പക്ഷെ അതിന് മുന്നേ നിങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്ന വഴിക്ക് നിങ്ങളെ ജോഷ് ടോക്ക് ഒന്നുകൂടെ എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനും അപ്പോൾ അതിലുള്ള ലിറ്ററലി എല്ലാ കാര്യങ്ങളും ഭയങ്കര റിലേറ്റബിളാണ്. ഇപ്പോൾ ഇതാത്ത നിങ്ങൾ സിവിൽ എഞ്ചിനീയറാണ്, അത് കഴിഞ്ഞിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സംഭവങ്ങൾ ഒഴിവാക്കി ട്രെയിനറായി, പിന്നെ ഇപ്പോൾ കരിയർ കോച്ചാണ്. അപ്പം കുറേ ലേബിൾസ് നിങ്ങൾ തന്നെ ലൈഫിൽ നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ 3 വാക്കിൽ എങ്ങനെയായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത്? അങ്ങനെ ഡിസ്ക്രൈബ് ഓക്കെ, എന്നെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എന്നെ ഒരു 3 വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഐ ഫൈൻഡ് മൈസെൽഫ് ഇൻ മെനി സിറ്റുവേഷൻസ്. പലതും ചെയ്ത് ട്രൈ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് 3 words ഇസ് വെരി ഹാർഡ്. പക്ഷേ ഇഫ് യു വുഡ് ആസ്ക് മീ വാട്ട് ആർ ദ 3 words ദാറ്റ് ആർ ഡിയറസ്റ്റ് ടു മീ, one will be trainer, one will be coach, one will be entertainer. Trainer, coach and entertainer. Yeah. Okay. പിന്നെ ലൈക്ക് എന്താ പറയുക, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളിപ്പം 3 വാക്കിൽ നിങ്ങൾ ഐ വുഡ് ഓൾസോ ആഡ് കരിയർ കോച്ച്. ഓക്കെ, കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ കേരളത്തിൽ ഐ വുഡ് സേ ടോപ്പ് കരിയർ കോച്ച് ആണെന്നാണെങ്കിൽ പറയാം. വൺ ഓഫ് ദ ടോപ്പ് കരിയർ കോച്ച്. ഓക്കെ, ആൻഡ് ഒരുപാട് ലൈക്ക് 100 കണക്കിന് കുട്ടികളെ നിങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, മെൻറ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. സോ നിങ്ങളെ ജേർണി എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എവിടുന്നോ തുടങ്ങി കുറേ സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് ഫൈനലി നിങ്ങളൊരു പോയിന്റിൽ എത്താണെന്ത് ഓക്കെ എനിക്ക് ഇതാണ് എന്നുള്ള സംഭവം. സോ ആ ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം നിങ്ങളുടെ ലൈഫ് എങ്ങനെ ടേൺ ഔട്ട് ചെയ്തിട്ടില്ല, അതിന് മുന്നേ ഉള്ള ലൈഫായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മാറ്റാനോ ഒതുക്കാനോ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ?
നോ ദർ ഇസ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഡിസിഷൻസിൽ ഏതെങ്കിലും ഒന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നോ. എസ്പെഷ്യലി നമ്മളെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് നമ്മൾ എടുത്ത ഏറ്റവും ഹാർഡസ്റ്റ് ഡിസിഷനാണ് പഠിച്ച കരിയർ വേണ്ടെന്ന് വെച്ചിട്ട് വേറൊരു ഫീൽഡിലേക്ക് പോകുക എന്നുള്ളത്. ലൈക്ക് ആ ഒരു ഫേസ്, ആ ഒരു ടൈം, അല്ലെങ്കിൽ ആ എടുത്തൊരു ഡിസിഷനിൽ ഞാൻ ഫേസ് ചെയ്ത കമൻറ്റ്സ് വെർ ഓൾ വെരി ഹാർഡ് ആൻഡ് ഇറ്റ് വാസ് വെരി ചാലഞ്ചിങ് ടു ഫേസ് അറ്റ് ദാറ്റ് പോയിന്റ്. പക്ഷേ I don't regret it even a bit. I can't even think about regretting that decision. കാരണം that decision is what is making me who I am becoming right now. അപ്പോൾ I will never regret that decision. പക്ഷേ yes, making that decision is a very hard thing for a person like me to do. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഡിസിഷൻസ്, എസ്പെഷ്യലി നമ്മളുടെ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മളൊരു കോഴ്സ് പഠിച്ചിട്ട് ആ ഫീൽഡിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നീ അത്രയും വലിയൊരിത് പഠിച്ചിട്ട് നീ അതിലേക്ക് പോയില്ലേ, നീ ബിടെക് പഠിച്ചിട്ട് നീ അതിൽ ഇത് പഠിച്ചിട്ട് MBBS പഠിച്ചിട്ട് ആ കുട്ടി ഇപ്പോൾ ഇതാ ചെയ്യുന്നത്. ലൈക്ക് പീപ്പിൾ ജസ്റ്റ് ലവ് ടോണ്ടിങ് അസ്. അപ്പോൾ ദേ ലവ്, എസ്പെഷ്യലി നമ്മളൊരു കാര്യം പഠിച്ചിട്ട് നമ്മളൊന്ന് അച്ചീവ് ചെയ്യാതിരിക്കുമ്പോൾ ചിലർക്ക് കിട്ടുന്ന ഒരു സുഖം. സോ ഓൾ ദോസ് വർ ദേർ. പക്ഷെ അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ മേക്കിംഗ് ദിസ് ഡിസിഷൻ വാസ് ഡെഫിനറ്റ്ലി ഹാർഡ്. പക്ഷെ ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ് ഈവൻ എ ബിറ്റ്. It turned out to be good, alhamdulillah. So yeah, that's great. കാരണം ഇപ്പം ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടല്ലോ, ഞാനും എന്താ പറയുക കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണ്. പക്ഷെ 3rd സെമസ്റ്ററിൽ ഞാൻ ഡിസൈഡ് ചെയ്താണ് ഓക്കെ കമ്പ്യൂട്ടർ സയൻസ് ഇസ് നോട്ട് ഫോർ മീ എന്നുള്ളത്. അതിന് ശേഷം നിങ്ങളെ ഇതിൽ പറയുന്നുണ്ട് I was good at everything else other than engineering എന്നുള്ളത്. I found out the same thing. Like ക്ലാസ്സിന് പുറത്ത് I was really good at it. അതിന് ശേഷം somehow with God's grace എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഐ ചേഞ്ച്ഡ് മൈ കരിയർ. അപ്പം എനിക്ക് കിട്ടിയുള്ള കുറേ കമൻസ് എന്താ പറയുക 4 കൊല്ലം എഞ്ചിനീയറിംഗ് ഇതാക്കി ഇത്രയും ലക്ഷങ്ങൾ കൊണ്ട് കളഞ്ഞ് ടൈം കൊണ്ട് കളഞ്ഞ് എന്നിട്ട് ഇതാണ് പോണത്. ഇന്നും ലൈക്ക് ഈവൻ 3 വർഷത്തിന് ശേഷം 3 വർഷം വർക്ക് ചെയ്യാണ്. ഇപ്പോൾ വർക്ക് മാറി ഇപ്പം ഞാൻ വീണ്ടും കരിയർ സ്വിച്ചിലുള്ള. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന സംഭവമുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, നല്ലൊരു ജോലി ഇട്ടുണ്ട്, സാലറി ഉണ്ട്, പിന്നെ ഡിഗ്രി ഉണ്ട്, അതിന് പോയിക്കൂടെ എല്ലാ കാര്യങ്ങളൊക്കെ. സോ ഒരു കരിയർ പ്ലാനിങ് എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കരിയർ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. സോ അൾട്ടിമേറ്റ്ലി ഇപ്പം ജനറൽ ആയിട്ട് ഒരാൾ ഇപ്പം ഏതൊരു പ്രായത്തിലുള്ള ഒരാളാണെന്നെങ്കിലും ഐ ബിലീവ് ദാറ്റ് ഏത് പ്രായത്തിൽ നമുക്ക് കരിയർ തുടങ്ങാം, റെസ്പെക്റ്റീവ് ഓഫ് ഏജ് അല്ലേ. സോ ഒരു കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം? റിസ്വാൻ, ഓണസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 10ാം ക്ലാസ് അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് സ്കൂൾ ടൈം തന്നെയാണ്. പക്ഷേ our education system is not providing us space or something to think about our career. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, റിസ്വാൻ സ്കൂൾ ടൈമിൽ കരിയറിനെ പറ്റി ചിന്തിച്ചിരുന്നോ വല്ലാണ്ട്? അല്ലെങ്കിൽ ഡിഡ് ഐ തിങ്ക് അബൌട്ട് മൈ കരിയർ? നോ, ഐ ഡിഡ്ന്റ് ഈവൻ നോ വാട്ട് എ കരിയർ മെൻറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. പക്ഷേ ആക്ച്വലി വി ഹാവ് ടു സ്റ്റാർട്ട് പ്ലാനിങ് ഫ്രം ദാറ്റ് ടൈം. ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഇപ്പോൾ നമ്മൾ അമേരിക്കയിലോ യൂറോപ്യൻ കൺട്രീസിലോ എവിടെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ കരിയർ പ്ലാനിങ് സ്റ്റാർട്ട്സ് ഫ്രം 9th standard. ലൈക്ക് ദർ ഈസ് എ പെർമനൻറ്റ് കൗൺസിലർ അവൈലബിൾ അറ്റ് സ്കൂൾ ഹു ഡിസ്കസ് വിത്ത് സ്റ്റുഡൻസ്. എല്ലാ ദിവസവും ലൈക്ക് ഇവർക്ക് കുട്ടികൾക്ക് എപ്പോഴും പോയിട്ട് കൗൺസിലറിനെ മീറ്റ് ചെയ്യണം. ദ കൗൺസിലർ ഷെഡ്യൂൾസ് എ മീറ്റിംഗ് എവറി മന്ത്. ഓക്കെ, എന്നിട്ട് ഇവർ പോയിട്ട് ഈ കുട്ടികൾ സംസാരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എനിക്കിതിന് ഈ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുണ്ട്. ചിലപ്പോൾ ആ കുട്ടി വന്നിട്ട് പറയും ഇപ്പോൾ എനിക്കിത് ചെയ്യാൻ തോന്നുന്നുണ്ട്. ദി ടോക്ക് ടു ദ കൗൺസിലർ ഓൾ ദ ടൈം. സോ അവർ +1 അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ദേ ആർ ഓൾ സെറ്റ്. അപ്ലിക്കേഷൻസ് വരെ അയച്ചു കഴിഞ്ഞു കോളേജിലേക്ക്. ഇവിടെ +2 കഴിഞ്ഞ് റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ടാണ് ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിക്കുന്നത്. ഈവൻ സ്ട്രീം സെലക്ട് ചെയ്യുന്നത് പോലും നല്ല മാർക്ക് സയൻസ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ കേട്ട് മടുത്തിട്ടുണ്ടാവും. നല്ല മാർക്ക് സയൻസ്, ആവറേജ് മാർക്ക് കോമേഴ്സ്, ബോയ്സിന് കോമേഴ്സ്, ഗേൾസ് കൂടുതൽ സയൻസ്, മാർക്ക് കുറഞ്ഞവർ ഹ്യൂമാനിറ്റീസ്, വിച്ച് ഇസ് സച്ച് എ ബിഗ് മിത്ത്. ബിക്കോസ് ഇന്ന് എനിക്കൊരു ചാൻസ് ഉണ്ടെങ്കിൽ ഐ വുഡ് ബി ടേക്കിംഗ് ഹ്യൂമാനിറ്റീസ്. ഐ ലവ് ഹ്യൂമാനിറ്റീസ്, ഐ ലവ് ഓൾ ദ സബ്ജക്ട്സ്. പക്ഷേ അറ്റ് ദാറ്റ് പോയിന്റ് നമ്മുടെ സൊസൈറ്റി ക്ലാസ് ഒക്കെ ഉണ്ടാക്കി വെച്ച, കാസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ടാക്കി വെച്ച പോലെ തന്നെ സ്കൂളിൽ ഉണ്ടാക്കി വെച്ചൊരു സാധനമാണ് സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഒരു റാങ്കിങ് സിസ്റ്റം പോലെ. സോ നമ്മളും ആ ട്രാപ്പിൽ പെട്ടുപോവാണ്. സോ കരിയർ പ്ലാനിങ് എന്നാ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രം സ്കൂൾ ടൈം. പക്ഷേ വി ഡോണ്ട് നോ. അപ്പം നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ ഇഫ് ഐ എം റിയലൈസിങ് അറ്റ് ദിസ് ഏജ് ദാറ്റ് കരിയർ ഐ ഷുഡ് ടേക്ക് മൈ കരിയർ സീരിയസ്ലി, സ്റ്റാർട്ട് അറ്റ് ദിസ് ഏജ്. ഇപ്പം ഞാൻ 18 വയസ്സായപ്പോൾ എനിക്ക് ബോധം വരികയാണ് കരിയർ സീരിയസ് ആക്കണം എന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് അറ്റ് 18. ഇപ്പോൾ എനിക്ക് 35 വയസ്സാകുമ്പോഴാണ് ബോധം വരുന്നത്. സ്റ്റാർട്ട് അറ്റ് 35. സോ ദർ ഇസ് നോ ഏറ്റവും ബെസ്റ്റ് ഇസ് വെൻ യു ആർ അറ്റ് സ്കൂൾ. ഓക്കെ, അപ്പോൾ
റിസ്വാനിന് ഒരു കരിയർ കോച്ച് ആവാം, റിസ്വാന്റെ ചുറ്റുമുള്ള കുട്ടികൾക്ക് റിസ്വാന് പറഞ്ഞു കൊടുക്കാം. കരിയർ കോച്ചിന്റെ ലൈസൻസ് ഒന്നും കിട്ടണമെന്നില്ല. എനി വൺ ക്യാൻ ബി എ കരിയർ കോച്ച്. റിസ്വാന് അതിന്റെ ഒരു വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടീച്ച് ദം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിന് അവരുടെ ചുറ്റുമുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. സോ യു സേവ് വൺ സ്റ്റുഡൻസ് ഫ്യൂച്ചർ, that student is going to save many others future. സോ നമ്മളെല്ലാവരും കൊളാബറേറ്റീവ് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങിയാലേ കുട്ടികൾക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ കരിയർ സീരിയസ് ആക്കണം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതർ ദൻ ദാറ്റ് അങ്ങനെ ഒരു സ്പെസിഫിക് ഏജ് നമ്മളുടെ നാട്ടിൽ പറയാൻ പറ്റൂല. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ആൻസേഴ്സ്, ബട്ട് ഇറ്റ്സ് എ ഡീപ് ക്വസ്റ്റ്യൻ. സോ കുറച്ച് നമ്മൾ ഉള്ളോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. സോ എവിടെ നിന്ന് തുടങ്ങും നമ്മൾ? ഇപ്പം സപ്പോസ് ലെസ് ഞാൻ ഇപ്പോൾ ഒരു 10th ക്ലാസ്സിലെ ഒരാളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോർച്ചുനേറ്റ്ലി 11th പഠിക്കുന്ന, എനിക്കൊന്ന് 10th പഠിക്കുന്ന സമയത്തൊന്നും ഞാൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുത്തിട്ട് ലൈക്ക് എന്നോട് കൗൺസിലർ പറഞ്ഞു ഓക്കെ ഇതൊക്കെ ലൈക്ക് എനിക്ക് കുറേ ഇൻട്രസ്റ്റ് ആയിരുന്നു. ലൈക്ക് ചെറുപ്പം തൊട്ട് വലുതാവുന്ന വരെ ഇന്നൊരു സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഒരു കാര്യം പറയും, നാളെ ചിലപ്പോൾ ചോദിച്ചാൽ എനിക്ക് വേറെ ഇതാണെന്നുള്ളതാണ്. സോ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഐ വാസ് ഗുഡ് അറ്റ് ഫ്യൂ തിങ്സ്. ഞാൻ ഒരു പെർട്ടിക്കുലർ സംഭവത്തിൽ മാത്രം കൊണ്ടായിരുന്നില്ല, ഐ വാസ് ഗുഡ് അറ്റ് ലൈക്ക് ഫ്യൂ തിങ്സ്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്കിപ്പം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ബൈ ഹാർട്ട് ഐ വോണ്ടഡ് ടു ടേക്ക് ഹ്യൂമാനിറ്റീസ്, പക്ഷെ ബൈ മൈൻഡ് ഞാൻ സയൻസ് പോയിരുന്നത്. രണ്ടും ഇൻട്രസ്റ്റിന്റെ ബേസിലാണ് പോണത്. നമ്മളെങ്ങനെ അത് ഫിക്സ് ചെയ്യും, ലൈക്ക് ഇത് ചൂസ് ചെയ്യും? അല്ല, ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ അസ് ടു ചൂസ് എന്നുള്ളത്. പക്ഷേ ഒരു ഞാനും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. നമുക്കത് ചൂസ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ദ മൊമെൻറ്റ് യു നോ യു ആർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട് യു ഗോട്ട്. ഇപ്പോൾ ഞാൻ 10th എടുത്ത ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡേ അവർ നോക്കിയിട്ടുള്ളൂ, അതായത് എൻ്റെ സ്കിൽസ് മാത്രം. എൻ്റെ സ്കിൽസ് നോക്കിയിട്ട് അവർ പറഞ്ഞത്, അന്ന് എന്നോട് ചോദിച്ചു വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്നുള്ളത്. കൗൺസിലർ ചോദിച്ചതാണ്. 2 ദിവസത്തെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ ഹി ആസ്ക്ഡ് മീ വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് സബ്ജക്റ്റ്. സോ ദാറ്റ് പെർട്ടിക്കുലർ ഡേ ഐ ലവ്ഡ് സോഷ്യൽ. ദാറ്റ് പെർട്ടിക്കുലർ ഡേ രാവിലെ എടുത്തൊരു subject was very interesting in history. So I told social എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം he told me ഇങ്ങനെ ഡിഗ്രി ചെയ്തോ, ഇങ്ങനെ PG ചെയ്തോ, become a teacher and then a principal. And I'm like, principal? Seriously? Like I never even thought about being a principal. അപ്പോൾ ഞാൻ കുറേ ആലോചിച്ചു, വാട്ട് ഇഫ് ഐ ടോൾഡ് ദാറ്റ് കൗൺസിലർ മാത്സ് ഇസ് മൈ ഫേവറേറ്റ് സബ്ജക്ട്. ലൈക്ക് ഞാൻ ലൂസ് ടോക്കിൽ പറയുന്ന ഒരു കാര്യമാണല്ലോ അയാൾ എൻ്റെ ഫ്യൂച്ചറാക്കി മാറ്റി പറയുന്നത്. വാട്ട് ഇഫ് ഐ ടോൾഡ് മാത്സ്, ഹി വുഡ് ഹാവ് ആസ്ക്ഡ് മീ ടു ബിക്കം എൻ എഞ്ചിനീയർ. വാട്ട് ഇഫ് ഐ ടോൾഡ് സയൻസ്, ഹി വുഡ് ഹാവ് ആസ്ക്ഡ് മീ ടു ബിക്കം സംതിങ് എൽസ്. സോ എനിക്ക് അവിടെ തന്നെ കരിയർ കൗൺസിലിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനോടെ വെറുപ്പ് തോന്നി. ബിക്കോസ് ഹി ഡിഡ്ന്റ് ഈവൻ ആസ്ക് മീ ഫോർ വൺസ്, ഹഷ്ബ what is your interest? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പോലും he didn't even want to hear anything from my side. ആ ഒരു റിപ്പോർട്ട് നോക്കിയിട്ട് they said their side. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൗൺസിലിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനോടെ ഉള്ള ഒരു വിശ്വാസം പോയിരുന്നു. സോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആർ നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് us. സോ ഹൗ ഡു വി ടേക്ക് ദ ഡിസിഷൻ എന്ന് പറയുന്നത് is definitely listen to your heart. കാരണം I was not satisfied with the answer they gave me. സോ ഞാൻ 10th my heart said humanities because I loved the subject. I knew I am good at that field. നമ്മുടെ ഉള്ളിൽ എന്തായാലും ആൻസർ ഉണ്ട്. സോ ഇറ്റ് കെപ്റ്റ് ഓൺ ടെല്ലിങ് മീ, ഹഷ്ബ ഹ്യൂമാനിറ്റീസ് എടുക്ക്, ജേർണലിസം ചെയ്യാം, മീഡിയ ഫീൽഡിലേക്ക് പോവാം, ഇതൊക്കെ എന്നോട് പറയുന്നുണ്ട്. ലൈക്ക് ഇഫ് നോട്ട് എഞ്ചിനീയറിംഗ് ഐ വുഡ് ഹാവ് ഡൺ ജേർണലിസം. ദാറ്റ് ഇസ് സംതിങ് ഐ വോണ്ടഡ് ടു ഡു. മീഡിയ കമ്മ്യൂണിക്കേഷൻ ജേർണലിസം, ചിലപ്പോൾ ഒരു ജേർണലിസ്റ്റ് ആവാം, ആ ഒരു ലെവലിലൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. I didn't listen to that. അന്ന് അറിഞ്ഞിട്ട് പോലും ഐ ഡിഡ്ന്റ് ലിസൺ ടു ദാറ്റ്. ഐ വെന്റ് ഫോർ സയൻസ്. ഇങ്ങനെ നമ്മൾ എടുത്താലുള്ള കാര്യം എന്താ വെച്ചാൽ അൾട്ടിമേറ്റ്ലി കറങ്ങി തിരിഞ്ഞ് ഇന്ന് ഞാനൊരു മീഡിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ദ തിങ് ഈസ് ലിസൺ ടു യുവർ ഹാർട്ട് അറ്റ് ദി ഏർലിയസ്റ്റ് പോസിബിൾ. ഇപ്പം എൻ്റെ അടുത്തേക്ക് വരുന്ന കുട്ടികൾ അതാ പറയുന്നത്, ഹഷ്ബത്ത എനിക്ക് ഡിസൈനിങ് ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്, ബട്ട് മൈ പേരൻസ് ആർ ലൈക്ക് ഫോഴ്സിങ് മീ ടു ഡു നീറ്റ്. എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ പറയും, പ്ലീസ് ഡോണ്ട് ഗോ ഫോർ നീറ്റ്. യു ആർ ഗോയിങ്. ഇപ്പം നീ നീറ്റ് ചെയ്ത് MBBS ഡോക്ടർ ആയാലും ആ MBBS പഠിച്ച് കഴിഞ്ഞിട്ട് യു വിൽ ഡു എൻ ഇൻറ്റീരിയർ ഡിസൈനിങ് കോഴ്സ് ആൻഡ് യു വിൽ ബിക്കം എൻ ഇൻറ്റീരിയർ ഡിസൈനർ. ഐ നോ ദാറ്റ് ഫോർ ഷുവർ യു ആർ ഗോയിങ് ടു ബിക്കം എൻ ഇൻറ്റീരിയർ ഡിസൈനർ. കാരണം നമ്മുടെ റിപ്പോർട്ടിലും കാണുന്നുണ്ട് അവരുടെ സ്കിൽസും ഇൻട്രസ്റ്റും. സോ ഐ എം ലൈക്ക്, യു ലിസൺ ടു യുവർ ഹാർട്ട് റൈറ്റ് നൗ ബിക്കോസ് യുവർ ഹാർട്ട് ഇസ് സേയിങ് ദ റൈറ്റ് തിങ്. സോ പ്ലീസ് ലിസൺ. സോ വൺ തിങ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലിസൺ ടു യുവർ ഹാർട്ട് എന്നുള്ളതാണ്. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ആഫ്റ്റർ എ പോയിന്റ് ലിസൺ ടു യുവർ ഹാർട്ട് അത്ര വർക്ക്ഔട്ട് ആവില്ലെങ്കിലും റൈറ്റ് നൗ വെൻ ഇറ്റ് കംസ് ടു സ്റ്റുഡൻസ് ആ ഒരു ലെവലിലാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലിസൺ ടു യുവർ ഹാർട്ട്. വിച്ച് സബ്ജക്ട്സ് യു ലൈക്ക്, വാട്ട് ഈസ് യുവർ ഹാർട്ട് സേയിങ്, ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ്, സയൻസ്, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ഫോഴ്സ്ഫുള്ളി പോയിട്ട് ഒരു കാര്യമില്ല. സോ ലൈക്ക് നമ്മൾ എപ്പോഴും മീമായിട്ട് പറയുന്നൊരു കാര്യമാണ്, അതായത്
എഞ്ചിനീയറിംഗിന് ചേർന്ന് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗിന് എല്ലാ ആൾക്കാരും പോയി ചേർന്ന് ഞാൻ പോയി ചേരുന്നുണ്ട് ഇവൻ പോയി ചേരുന്നുണ്ട് എല്ലാം പോയി ചേരും. എഞ്ചിനീയറിംഗിന് ചേർന്നതിനാണ് മനസ്സിലാക്കുക എനിക്ക് എന്താണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നു. ആ ഒരു സമയത്ത് നമ്മള് ഓക്കെ കൂടുതലായിട്ട് ചിന്തിച്ചിട്ട് ഓക്കെ ദിസ് ഇസ് മൈ ഹാർട്ട് സൈസ് എന്നുള്ള ഒരു മെച്യൂരിറ്റി വരും, എന്നിട്ട് എടുക്കുന്നത് സംഭവിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. സോ അഗെയിൻ ഒരുപാട് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് നമ്മൾ പറയുന്നത്. ഇപ്പൊ 10th കരിയർ ഇതിന് വരുന്ന ആൾക്കാരുണ്ടാവും, 12th കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും, ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും, PG കഴിഞ്ഞിട്ട് ഇപ്പം ഈവൻ വർക്കിങ്ങിന്റെ സമയത്ത് പോലും കരിയർ സ്വിച്ചിനൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പം ഒരു സിമ്പിൾ ബട്ട് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്നുള്ളത് കോമൺ ആയിട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താ? കാരണം വെച്ചാൽ നിങ്ങൾ തന്നെ പറയുന്ന കേട്ടിട്ടുണ്ട്, അതായത് നിങ്ങൾ എവിടെ ഒരു കോളേജിൽ പോയിട്ട് അവിടെ CV എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ കോമൺ ആയിട്ട് ഉള്ളൊരു മിസ്റ്റേക്സ് എന്താണ്, അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ലൈക്ക് എസ്പെഷ്യലി സ്റ്റാർട്ടിങ് ഫ്രം സ്കൂൾസ് ആൻഡ് കോളേജസ്? ഇതിനെ ഞാൻ മിസ്റ്റേക്ക് ആയിട്ട് പറയില്ല, ബട്ട് വൺ തിങ് ദാറ്റ് ഐ നോ, ഇപ്പോൾ റിസ്വാനെ ഒന്ന് എടുത്തു നോക്കുക. നമ്മൾ ഒരുപാട് ടോക്സ് അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂസ് നമ്മൾ ഒരുപാട് ആൾക്കാരെ ഇൻസ്റ്റഗ്രാമിൽ നോട്ടീസ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മളുടെ വേവ് ലെങ്ത്തിലുള്ള ആൾക്കാർ. അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടിയും ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാത്ത കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. വൺ ഡിഫറൻസ് എന്താണ് ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, റിസർച്ച്, അതായത് the ones who are doing research, the ones who are reading about good things, the ones who are keeping them updated, they are actually moving forward in their career. ഒരു മിസ്റ്റേക്ക് ആൾക്കാർ ചെയ്യുന്ന എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, വാട്ട് ഐ വുഡ് സേ റൈറ്റ് നൗ ആഫ്റ്റർ മൈ എക്സ്പീരിയൻസസ്, ദി അതേഴ്സ് ആർ ഇഗ്നറൻറ്റ്. അവർക്ക് അറിയുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ CV എന്താ, റെസ്യൂമെ എന്താണെന്ന് അറിയാത്തവരുണ്ട്. വൈ ഡോണ്ട് ദേ നോ? കാരണം ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ അവർക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം പോരാ, ഞങ്ങളുടെ ടീച്ചേഴ്സ് പോരാ, അതിൻ്റെ കാലം കഴിഞ്ഞു. ലൈക്ക് ദർ ഇസ് നോ പോയിന്റ് ഇൻ ബ്ലെയിമിങ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ബിക്കോസ് ദാറ്റ്സ് നോട്ട് ഗോണ ചേഞ്ച് അൺടിൽ ഐ ഡോണ്ട് നോ ഹൗ മെനി ഇയേഴ്സ്. അപ്പോൾ നമ്മൾ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ എൻ്റെ പേരൻസ്, നമ്മൾ സ്റ്റീവ് ജോബ്സ് പറഞ്ഞ മാതിരി you stay poor, stay hungry, sorry, stay hungry, stay foolish. Like no matter what kind of family you're born into, what you do from that point onwards is what matters. അപ്പോൾ കുട്ടികൾ ചെയ്യാത്തൊരു കാര്യം എന്താ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ CV ആൻഡ് എ റെസ്യൂമെ എന്ന് ഒന്ന് അടിച്ചു നോക്കാം. വാട്ട് ഷുഡ് എ സ്റ്റുഡൻറ്റ് ഡൂ ഫോർ എ ജോബ് ഇൻ്റർവ്യൂ എന്ന് അടിച്ചു നോക്കാം. അല്ലെങ്കിൽ വാട്ട് ആർ ദ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഗെറ്റ്, ഹൗ കൻ ഐ അപ്സ്കിൽ മൈ സെൽഫ്, വാട്ട് ഈസ് അപ്സ്കില്ലിങ്, ഇതെല്ലാം ഇവർക്ക് ഗൂഗിളിലുണ്ട്. ബിക്കോസ് ഞാൻ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, മേ ബി യു മൈറ്റ് ബി തിങ്കിങ് അതൊന്നും ഇപ്പോൾ സാധാരണക്കാർക്ക് അറിയില്ല. അറിയും. സാധാരണക്കാർക്ക് വ്ളോഗ് എടുത്തിട്ട് കാണാൻ പറ്റുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ സെർച്ച് ചെയ്തിട്ട് കാണുന്നുണ്ട്. എത്ര വ്ളോഗേഴ്സാണ് മില്യൺ ഹിറ്റ് ചെയ്തിരിക്കുന്നത്, എത്ര ആൾക്കാരാണ് അവരെ വാച്ച് ചെയ്യുന്നത്. അതിൻ്റെ അണ്ടറിൽ വരുന്ന കമൻസ്, ഇത്ത ഇനി ഇങ്ങനത്തെ വീഡിയോ ചെയ്യൂ, ഇക്ക ഇനി ഇങ്ങനത്തെ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നുണ്ട്. സോ വൈ കാൺട്ട് ദേ റെക്കമെൻഡ് സംതിങ് അബൌട്ട് കരിയർ, വൈ കാൺട്ട് ദേ റെക്കമെൻഡ് സംതിങ് അബൌട്ട് എഡ്യൂക്കേഷൻ? അപ്പോൾ അവർക്ക് അറിയാഞ്ഞിട്ടല്ല, ലൈക്ക് നമ്മളെ ഓഡിയൻസിന് ഇൻക്ലൂഡിങ് മീ, വി ഹാവ് ടു കീപ്പ് അപ്ഗ്രേഡിങ്. അപ്പോൾ റിസർച്ച് എന്നുള്ളൊരു കാര്യം ആരും ചെയ്യാത്തതുകൊണ്ടാണ് കരിയറിൽ അവർ മിസ്റ്റേക്സ് ചെയ്യുന്നത്. കാരണം കുട്ടികൾ പറയും, ഇങ്ങനെ ഒരു കോളേജുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ഗോൺ ദെയർ. വൈ ഡിഡ്ന്റ് യു റിസർച്ച്? ഗൂഗിൾ എടുത്തിട്ട് ബെസ്റ്റ് കോളേജസ് ഇൻ ഇന്ത്യ എന്ന് അടിച്ചാൽ കിട്ടൂലേ ടോപ്പ് യൂണിവേഴ്സിറ്റി. Why didn't you research? You can't say that I missed it, I missed the deadline. No, why didn't you go and search? അപ്പോൾ അത് വന്നിട്ട് ടീച്ചേഴ്സിൻ്റെ തലയിലേക്കും കരിയർ കോച്ചസിൻ്റെ തലയിലേക്കും ഇട്ടിട്ട് കാര്യമില്ല. സോ coming to your question, one thing that makes സക്സസ്ഫുൾ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കരിയറിൽ സക്സസ് ഉണ്ടാക്കുന്നവരും കരിയറിൽ സക്സസ് ഉണ്ടാകാത്തവരും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റിസർച്ച്, ലേൺ, അല്ലെങ്കിൽ അപ്ഗ്രേഡ് യുവർ സെൽഫ്. ആ റിസർച്ച് ഗൂഗിൾ എടുത്ത് ചെയ്യുന്നവർക്കാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ദേ ആർ ഫൈൻഡിങ് ഓപ്പർച്യൂണിറ്റീസ് ദെയർ. അപ്പോൾ അത് ചെയ്യുമ്പോഴേ അവർക്ക് ആ ഗ്രോത്ത് വരുള്ളൂ. ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ്, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് മിസ്റ്റേക്ക് ഇൻ യുവർ കരിയർ എന്നാണ് what I feel. സത്യം. കാരണം നിങ്ങൾ പറഞ്ഞ കംപ്ലീറ്റ്ലി അഗ്രിയാണ്. ലൈക്ക് ഇന്നത്തെ ഒരു 2022 ജൂലൈയിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാം അവൈലബിൾ ആണ് ഗൂഗിളും യൂട്യൂബിലും. ലൈക്ക് കുനാൽ ഷാ എന്ന് പറഞ്ഞ ആൾക്കാർ എത്ര ആൾക്കാർ അറിയുന്നുണ്ടാവില്ല. കുനാൽ ഷാ പറയുന്ന ഒരു സംഭവമുണ്ട്, ലൈക്ക് എന്താ പറയുക, ഏതൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയുള്ളൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ യൂട്യൂബിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ടോപ്പിക്ക് അതിനെക്കുറിച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്യാം, എന്നിട്ട് ഒരു മണിക്കൂർ അതിൻ്റെ മേലെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഒരു 2 വാക്കുകൾ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യും, അതിൻ്റെ മേലെ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം, എന്നിട്ട് അടുത്ത് കിട്ടും, അങ്ങനെ സ്പെൻഡ് ചെയ്യാന്നുള്ളത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാനും ഈവൻ ഇൻക്ലൂഡിങ് മീ, ലൈക്ക് നമ്മളെന്നും എന്റർടൈൻമെന്റ് വാല്യൂവിന്റെ ബാക്കിലാണ് പോകാറുള്ളത്. ലൈക്ക് എഡ്യൂക്കേഷൻ ഓവർ എന്റർടൈൻമെന്റ് നമ്മൾ ചിന്തിക്കലില്ല, ബട്ട് എന്റർടൈൻമെന്റ് ഓവർ എഡ്യൂക്കേഷൻ അധികം ഉണ്ടാവാറ്. ആവശ്യമുള്ളപ്പോൾ മാത്രം
എഡ്യൂക്കേഷൻ എന്നുള്ളതിലേക്ക് വരും. അപ്പം നമ്മൾ ഒരുപാട് ബാക്കിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഞാനും എൻ്റെ കുറേ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഇൻ ദ സെൻസ് ഈവൻ ഇഫ് ഞാൻ പോയിട്ട് ചേരാൻ വേണ്ടിയിട്ട് എടുക്കുന്നൊരു കോഴ്സ് ആണെങ്കിൽ പോലും ഞാൻ റിസർച്ച് ചെയ്തില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതിനേക്കാളൊക്കെ ഇൻഡെപ്ത് ആയിട്ട് അവർക്ക് അറിയുന്നുണ്ടാവും. ഒരു ലൈക്ക് നമ്മൾ ഈ വടക്കൻ സെൽഫിയിലാന്ന് തോന്നുന്നു മറ്റേ ഫോം ഫില്ല് ചെയ്തതിന്റെ കാര്യം പറയുന്നില്ലേ, ലൈക്ക് അതായത് ഇതെന്ത് എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള സംഭവം. ഈവൻ ലൈക്ക് ഏതൊരു കാര്യത്തിൽ ഈവൻ ടാക്സ് ഫയലിംഗ് ആയാലും പോലും എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു എല്ലാം ഓവർ യൂട്യൂബ് ഇന്റർനെറ്റ് എല്ലാത്തിലും ഉണ്ട്. പക്ഷെ നമ്മൾ പോയിട്ട് എടുക്കാറില്ല. സോ നിങ്ങളെ അഭിപ്രായത്തിൽ ലൈക്ക് നിങ്ങൾ ഒബ്വിയസ്ലി ഇപ്പോഴും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിപ്പം എന്താ പറയുക, ഐ തിങ്ക് സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വേറെയും കുറെ കോഴ്സസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സ്കിൽസ് നിങ്ങൾ അപ്സ്കിൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കോഴ്സസ് ഫൈൻഡ് ചെയ്യാനും അതേപോലെ തന്നെ റൈറ്റ് ആയിട്ടുള്ള അപ്സ്കില്ലിംഗ് മെത്തേഡ്സ് ഫോളോ ചെയ്യേണ്ടിയിട്ടും നിങ്ങളെ കോണ്ടന്റിന് വേണ്ടിയിട്ടുള്ള റിസർച്ചിനായിട്ടൊക്കെ ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് റിസർച്ച് ചെയ്യുക, അതിൽ ഫിൽട്ടർ ചെയ്യൽ എങ്ങനെയാണ്, ലൈക്ക് ഒരുപാട് ഇന്റർനെറ്റ് ആകുമ്പോൾ ഒരുപാട് റിസോഴ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നിങ്ങൾ ബെസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഏതാണെന്നൊക്കെ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക, അൾട്ടിമേറ്റ്ലി എങ്ങനെയാണ് നല്ലതെന്ന് ഫൈൻഡ് ചെയ്യുക? നല്ലത് ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ റിസ്വാൻ, ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മളെന്താണെന്ന് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിട്ടേ നമ്മൾ വേറെ ഏതിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഹൂ ആം ഐ എന്നുള്ളത്. ഇപ്പം ഞങ്ങളുടെ കൗൺസിലിംഗ് സെഷനിൽ ഞാൻ ചോദിക്കും കുട്ടികളോട്. ഫസ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അന്ന് എൻ്റെ കൗൺസിലർ എന്നോടൊന്നും ചോദിച്ചില്ല. ഹി ഡിഡ്ന്റ് ആസ്ക് മീ എനിത്തിങ് അബൌട്ട് മീ. അതുകൊണ്ട് ഞങ്ങളെ കൗൺസിലിംഗ് സെഷനിൽ ഫസ്റ്റത്തെ ഒരു വലിയ സെഷൻ ഇസ് ടു മേക്ക് അവർ ക്ലയൻറ്റ് സ്പീക്ക് എന്നുള്ളതാണ്. അവരോട് ചോദിക്കുക അവരെ പറ്റിയിട്ടുള്ളത്, ആൻഡ് ദേ ടോക്ക് ടു അസ് ബാക്ക്. അവരുടെ മൈൻഡിലുള്ളത് ഫുൾ കിട്ടും. വാട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് ഐ എം ടേക്കിംഗ് ഇൻ ഫ്രം ദം. അപ്പോൾ ഈ ഒരു സെഷനിൽ ഞാൻ ചോദിക്കും, വാട്ട് ആർ യുവർ സ്ട്രെങ്ത്സ്, വാട്ട് ഡു യു തിങ്ക് യുവർ വീക്ക്നെസ്സസ് ആർ, വാട്ട് ഡു യു തിങ്ക് യുവർ ഹോബീസ്. അങ്ങനെ നമ്മൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ദേ ഡോണ്ട് നോ ദി ആൻസർ. ജസ്റ്റ് ഇമാജിൻ ഒരു 18 അല്ലെങ്കിൽ 18 എബവ് ഉള്ള 18+ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ഐ ഡോണ്ട് നോ മൈ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ, സോ വാട്ട് ഡിഡ് യു ഡു ഇൻ യുവർ സ്കൂൾ ഓൾ ദിസ് വൈൽ? ഐ കാൺട്ട് ബി ജഡ്ജിങ്. ഐ ഷുഡ് നോട്ട് ബി ജഡ്ജിങ് ബിക്കോസ് ഐ എം എ കൗൺസിലർ. അപ്പം ഞാൻ ജഡ്ജ് ചെയ്യാൻ പാടില്ല ബിക്കോസ് ഐ നോ ദിസ് ഈസ് ദെയർ ഫോർ എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ്. 18, 20, 30 വയസ്സായവരാണ് വന്നിട്ട് പറയുന്നത്, ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് മൈ സ്കിൽസ്, ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് മൈ സ്ട്രെങ്ത്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ വരുന്നൊരു ചോദ്യമാണ്, സോ വാട്ട് വേർ യു ഡൂയിങ് ഓൾ ദീസ് ഇയേഴ്സ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും നമ്മൾ അവരോട് ചോദിച്ചാൽ ദേ വിൽ ബി ഷാറ്റേർഡ്. അവിടെ കഴിയും. ബിക്കോസ് എല്ലാവരെയും ഷാറ്റർ ചെയ്ത് തകർക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്നുള്ളത്, നമ്മളൊന്നും അല്ല എന്നുള്ളത്. പക്ഷേ they should also remind themselves that I wasted my time, precious time, ഇത്രയും കാലം. സോ ഇനി എനിക്ക് ആ ടൈമിനെ തിരിച്ചെടുക്കാം എന്നുള്ളൊരു ഫാക്ടർ. സോ ഇൻ മൈ കേസ് ഞാൻ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഇപ്പം ഞാൻ കോഴ്സുകളിലേക്ക് എത്താം, പക്ഷേ അതിൻ്റെ മുന്നേ ഐ എം ജസ്റ്റ് ലെറ്റിംഗ് യു നോ, ഞാൻ കോളേജിൽ മുതലേ എൻജിനീയറിങ് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് റിസ്വാൻ പറഞ്ഞ പോലെ എത്തിയേക്കിനെ എനിക്ക് മനസ്സിലായി ദാറ്റ് നോ, ദിസ് ഇസ് നോട്ട് സംതിങ് ഐ വോണ്ട്. ബിക്കോസ് ഞാൻ വളരെ കെനസ്തെറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കെനസ്തെറ്റിക് ആയിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഫുൾ എക്സ്പീരിയൻസിലൂടെ പഠിക്കേണ്ട ഒരാളാണ്. ഞാൻ ക്ലാസ്സിലിരുന്നിട്ട്, അതും എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റൂല, എനിക്ക് കണ്ടാലേ പഠിക്കാൻ പറ്റുള്ളൂ ബിക്കോസ് ഐ എം കെനസ്തെറ്റിക്. സോ ക്ലാസ്സിൽ ടീച്ചേഴ്സ് വന്നിട്ട് പറയാണ്, ദിസ് ഇസ് ഹൗ യു ബിൽഡ് എ ഫൗണ്ടേഷൻ, ദിസ് ഇസ് ഹൗ യു ബിൽഡ് ബീംസ്, കോളംസ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ താരസമീപുറത്തെ ആ ഇഷാൻ്റെ മൈൻഡിലൂടെ പോകുന്ന പോലെ എന്തൊക്കെയോ റോക്കറ്റ് ഇതൊക്കെയാണ് പോകുക. ബിക്കോസ് ഐ എം നോട്ട് സീയിങ് ഇറ്റ്. ചിലപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് കൊണ്ടുപോയി പഠിപ്പിച്ചാൽ ഐ വിൽ അണ്ടർസ്റ്റാൻഡ്, ഓക്കെ ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. പക്ഷേ ഐ എം ജസ്റ്റ് സിറ്റിംഗ് തിയറിറ്റിക്കലി. സോ ഐ ഗോട്ട് ബോർഡ് ആൻഡ് എനിക്ക് മനസ്സിലാവാൻ പറ്റില്ല. ഐ ലെഫ്റ്റ് ഇറ്റ് ആൻഡ് ഐ ന്യൂ ദാറ്റ് എനിക്ക് ഇത്ര കോംപ്ലിക്കേഷൻസ് വേണ്ട എന്നുള്ളത്. സോ ഐ സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിങ്. ഞാൻ കോളേജിലെത്തിയപ്പോഴും സ്കൂളിലെത്തിയപ്പോഴൊക്കെ കോളേജിൽ നിന്നാണ് ഞാൻ കവിത എഴുതാൻ തുടങ്ങിയത്. 4 വർഷം കോൺസിക്യൂട്ടീവ്ലി, ലൈക്ക് ഫസ്റ്റ് ഇയർ ആകുമ്പോൾ നമ്മൾ വി ആർ കോമ്പീറ്റിംഗ് വിത്ത് സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ്, ഫോർത്ത് ഇയേഴ്സ്. ബട്ട് ഫോർ ദ 4 years ഇംഗ്ലീഷ് പോയിട്രിക്ക് ഞാനായിരുന്നു ഫസ്റ്റ്. സോ ഞാൻ ആലോചിച്ചു, സീരിയസ്ലി എനിക്ക് കവിത എഴുതാൻ കഴിയുമോ? ബിക്കോസ് ഐ നെവർ ട്രൈഡ് ഇറ്റ്. അത് എന്നിട്ട് ഡി സോണിലേക്ക് പോയി. ഡി സോണിൽ 120 സംതിങ് സ്റ്റുഡൻസിൻ്റെ കൂടെയാണ് നമ്മൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഡി സോൺ നടക്കുന്നത്. അവിടെ എനിക്ക് സെക്കൻഡ് കിട്ടി. സോ ഐം ലൈക്ക് ഐ എം ഗുഡ് അറ്റ് ദിസ്. പക്ഷേ ഐ ഡിഡ്ന്റ് പെർസ്യൂ ഇറ്റ്, ഓക്കെ, ബട്ട് ഐ നോ ഐ എം ഗുഡ് അറ്റ് പോയട്രി റൈറ്റിംഗ്, വിച്ച് ഐ നെവർ ട്രൈഡ്. ഐ ഡോണ്ട് ഈവൻ റീഡ് പോംസ്. സോ ഐ ഗോട്ട് ടു നോ ദാറ്റ് ഐ ഹാവ് ദിസ് റൈറ്റിംഗ് കപ്പാസിറ്റി. കണ്ടന്റ് റൈറ്റിംഗ് ചെയ്യായിരുന്നു. എന്നോടൊരു സീനിയർ വന്നിട്ട് പറഞ്ഞു, ഓക്കെ ആങ്കറിങ് ചെയ്യുന്നുണ്ടല്ലോ, നിൻ്റെ ഇത് നല്ല രസം, കണ്ടന്റ് റൈറ്റിംഗ് ചെയ്ത് നോക്കി, ആൻഡ് ദാറ്റ് വെബ്സൈറ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ് വർക്ക് ഫോർ ദം. അപ്പോൾ ലൈക്ക് ഓക്കെ
കണ്ടന്റ് റൈറ്റിംഗ്. പിന്നെ ഞാൻ ആങ്കറിങ്, ഡെഫിനറ്റ്ലി മൈക്ക് ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ ആ മൈക്ക് കൈ കിട്ടിയാൽ അങ്ങനെ ചെയ്യും. പിന്നെ കോളേജിൽ എല്ലാ വർഷവും ആങ്കറിങ് ചെയ്യാൻ തുടങ്ങി. ഫൈനലി ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. കാരണം ഏത് വലിയ ഇവൻറ്റ് വരാണെങ്കിലും അത് എന്നെ അങ്ങോട്ട് ഏൽപ്പിക്കും. ലൈക്ക് ഫസ്റ്റൊക്കെ എന്നെ ട്രെയിൻ ചെയ്യായിരുന്നു. അപ്പോൾ ദെൻ ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും എത്ര വലിയ ഗസ്റ്റ് ആണെങ്കിലും ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ സ്പോട്ടിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നിമിഷത്തിൽ. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ഐ എം ഗുഡ് അറ്റ് ദിസ്. NSS വന്നു, പെട്ടെന്ന് പോയി പേര് കൊടുത്തു. കോളേജിൽ എന്ത് വന്നാൽ ഈവൻ IEEE വിച്ച് ഇസ് fully technical and I had nothing to do with it. IEEE പോലും ചെയർപേഴ്സൺ ആയി. So I was like trying everything. I knew IEEE wasn't for me, but I gave it a try. അതുപോലെ തന്നെ NSSന്റെ സെക്രട്ടറി ആയപ്പോഴാണ് I got to know that I'm good at event management. I have this social service mind. എനിക്ക് ലൈക്ക് നമ്മൾ പുറത്ത് പോയിട്ട് സോഷ്യൽ സർവീസ് ചെയ്യുമ്പോൾ വെൻ വി സീ പീപ്പിൾ, വെൻ വി ഹെൽപ്പ് പീപ്പിൾ, ദാറ്റ് ഫീലിംഗ് വി ഗെറ്റ് വിത്തൗട്ട് ഷെയറിങ് എവരി അതേഴ്സ്. ഞാൻ ഇയാൾക്ക് വേണ്ടി ഇത് ചെയ്ത് കൊടുത്തു നമ്മൾ ആരോടും പറയുന്നില്ല വെൻ വി ആർ ഇൻ NSS. അത് പറയാണ്ട് തന്നെ നമുക്കൊരാൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് പിന്നീട് ആരും കാണാതെ നമ്മൾ ചെയ്യുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി ഐ ആം എ സോഷ്യൽ സർവീസ് മൈൻഡഡ് പേഴ്സൺ എന്നുള്ളത്. ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ്സ് എ വേർഡ്. അപ്പോൾ ഐ ഗോട്ട് ടു നോ വാട്ട് ഐ എം ഗുഡ് അറ്റ് ഫ്രം കോളേജ് because I said yes to every opportunity. So I had an idea about me. ആ ഐഡിയ ഉള്ളത് കൊണ്ട് ഐ ഡിസൈഡഡ് BTech കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഇയേഴ്സ്, 7-8 years. ഇപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് വെറുതെ ഒരു MBA എടുക്കണ്ടായിരുന്നു. ഐ ഹാഡ് MBA പ്ലാൻ. പക്ഷെ ഐ നോ ദാറ്റ് ഇനിയൊരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി വർത്ത് എന്നുള്ളത്. ആൻഡ് സിൻസ് ഐ നോ, ഞാൻ ഈ വർഷങ്ങളൊക്കെ ഐ വാസ് കീപ്പിംഗ് ഓൺ എക്സ്പെരിമെൻറ്റിങ് ഓൺ മൈസെൽഫ്. അതെല്ലാവരും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കീപ്പ് ഓൺ എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ലൈഫിൽ സെറ്റിൽ ചെയ്യാനുള്ളൊരു അത്ര ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഓക്കെ, കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരാണെങ്കിൽ യെസ്, നമ്മൾ ഇൻഡിവിജ്വൽസ് ആകുമ്പോൾ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ബട്ട് ഇഫ് യു ആർ റെഡി ടു ഓവർകം ദാറ്റ് ആൻഡ് ഇഫ് യു ആർ റെഡി ടു ഗിവ് ഇറ്റ് എ ട്രൈ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ടു നോ മോർ അബൌട്ട് യു ആൻഡ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് one can gift themselves. And the moment you get to know about you, പിന്നെ നമ്മളൊരു വെബ്സൈറ്റ് പോയിട്ട് ഒരു കോഴ്സ് വായിക്കുമ്പോൾ ആ കോഴ്സ് നമ്മളിങ്ങനെ മാടി വിളിക്കും. ലൈക്ക് വെൻ യു റീഡ് ദ കണ്ടൻസ് ഓഫ് ദാറ്റ് കോഴ്സ് ആൻഡ് ഓൾ, നമുക്ക് ഇതെനിക്ക് പഠിക്കണം അങ്ങനെ ഇൻട്രസ്റ്റോടെ പഠിക്കാൻ തോന്നും. എഞ്ചിനീയറിംഗിലാണെങ്കിൽ ഓരോ സബ്ജക്റ്റ് ടോപ്പിക്ക് വേണമെങ്കിൽ ഓക്കെ ഇത് പഠിക്കണമല്ലോ എന്നുള്ളൊരു. പക്ഷേ വെൻ യു ഈവൻ റിസ്വാൻ അത് തോന്നിയിട്ടുണ്ടാവാം. നമ്മൾ ഓൺലൈനിൽ ഒരു കോഴ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് ഇൻസ്റ്റഗ്രാമിന് അറിയാം, ഓരോ കോഴ്സ് ഇങ്ങനെ പോപ്പപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്കറിയാം ഓക്കെ ഇതെനിക്ക് പഠിക്കണം, ഇത് പഠിച്ചാൽ എനിക്കിതാവുന്നത്. അറ്റ് ദാറ്റ് പോയിന്റ് യു വിൽ ബി റെഡി ടു ഇൻവെസ്റ്റ് എനിത്തിങ്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കി ആ കോഴ്സിന് ചേരും. ഫോർ എക്സാമ്പിൾ മീഡിയം എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്, യുഡ് ബി നോയിങ്. മീഡിയം ഞാൻ ഇയർലി സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ഒരാളാണ്. ദാറ്റ് ഈസ് ദ ഓൺലി പ്ലാറ്റ്ഫോം ഐ പേ ഫോർ ആഫ്റ്റർ ഓഡിബിൾ ആൻഡ് മീഡിയം ഞാൻ പേ ചെയ്തിട്ട് എടുക്കുന്ന ഒരു സബ്സ്ക്രിപ്ഷനാണ്. ബിക്കോസ് ഇറ്റ്സ് സോ വർത്ത് ഇറ്റ്. അപ്പോൾ എനിക്കത് ഇല്ലാണ്ട് പറ്റില്ല. രാവിലെ ഓഡിബിൾ കേട്ടേ പറ്റും. ഐ കൻ നോട്ട് ഡു എനി വർക്ക് വിതൗട്ട് ഓഡിബിൾ. അതുപോലെ തന്നെ മീഡിയത്തിൽ ഒരു പോസ്റ്റെങ്കിലും വായിക്കാണ്ട് ഐ കാൺ, ബിക്കോസ് ഇറ്റ്സ് സോ റിഫ്രഷിംഗ്, ഇറ്റ്സ് സോ ന്യൂ. അപ്പോൾ ഒരു ആഫ്റ്റർ എ പോയിന്റ് യു വിൽ ഗെറ്റ് ടു നോ വാട്ട് യു വോണ്ട് ടു ലേൺ എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ ഓരോ കോഴ്സ് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ദാറ്റ് ദിസ് ഇസ് വാട്ട് ഐ വാണ്ട്, ഐ നീഡ് ടു ഡു ദിസ് കോഴ്സ്. കാരണം നൗ വി നോ ഈ കോഴ്സ് ചെയ്താൽ എനിക്ക് ഉപകാരം ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത്. വി നോ ഇത് പഠിച്ചിട്ട് വെറുതെ അവിടെ കിടക്കോ അതോ ഞാൻ യൂസ് ചെയ്യോ എന്നുള്ളത്. സോ വാട്ട് ഐ ഡു ഇസ് ഐ ജസ്റ്റ് ഗോ ഔട്ട് ദെയർ ആൻഡ് I think that course calls me. Okay, do me. So I can completely. എനിക്ക് എല്ലാ കോഴ്സും ചെയ്യണം. അതാണ് ഇതെന്താണ് ചെയ്യണം, ഇത് തന്നെയല്ല അതായത് വരും. വേറെ two things I have observed. ഒന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞില്ലേ, അതായത് MBA ചെയ്യണമെന്ന പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് ഒരു 6-7 വർഷത്തിന് ശേഷം. പക്ഷെ ഐ തിങ്ക് നമ്മൾ ഏറ്റവും ചെയ്യുന്ന വൺ ഓഫ് ദ ബിഗ് മിസ്റ്റേക്സ് ദാറ്റ് I have observed personally എന്ന് വെച്ചാൽ, കോളേജ് കഴിഞ്ഞിട്ട് വേറെ ജോലിയൊന്നും ആയില്ല, ലൈക്ക് ഒരു ഓപ്ഷനും ഇല്ലാന്ന് ചിന്തിച്ചിട്ട് നേരെ പോയിട്ട് മാസ്റ്റേഴ്സ്. ലൈക്ക് അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഓക്കെ BTech കഴിഞ്ഞു, ചിലപ്പോൾ നേരെ പോയിട്ട് ഒന്നെങ്കിൽ MBA ആയിരിക്കും, ചിലപ്പോൾ MTech എന്തെങ്കിലും ചെയ്യും. അല്ല ചിലപ്പം ഈവൻ 12th കഴിഞ്ഞിട്ടാണെങ്കിലും പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടാവില്ല, നേരെ പോയിട്ട് ഇപ്പം ഞാൻ ചെയ്ത പോലെ തന്നെ ലൈക്ക് എന്താ ചിലപ്പോൾ എഞ്ചിനീയറിംഗ് പോയിട്ട് ചെയ്തൊക്കെ ചെയ്യുന്നുണ്ടാവും. ഗ്യാപ്പ് ഇയർ എന്നുള്ളൊരു സംഭവം നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ടു എക്സ്പ്ലോർ പുറത്തൊക്കെ അതുണ്ട്, മനസ്സിലാക്കേണ്ടി. പിന്നെ ഇപ്പോൾ ഞാൻ ആക്ച്വലി MBA ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷത്തിന് ശേഷം എനിക്ക് തോന്നി ഓക്കെ എനിക്ക് MBA ചെയ്യണം. ലൈക്ക് എനിക്ക് അറിയായിരുന്നു എനിക്ക് MBA ഞാൻ എപ്പോഴെങ്കിലും ചെയ്യും. കാരണം വെച്ചാൽ എനിക്ക് അറിയായിരുന്നു ബീങ് എൻ എംപ്ലോയി ഈസ് നോട്ട് എ തിങ് ഫോർ മീ. ലൈക്ക് എനിക്ക് അൾട്ടിമേറ്റ്ലി ഡൗൺ ദ ലൈൻ ഓക്കെ ഐ വോണ്ട് ടു ബി ഡൂയിങ് സംതിങ് ഓൺ മൈ ഓൺ. MBA ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും സബ്ജക്റ്റീവ് ആണ്. പക്ഷെ
ഒരു പെർട്ടിക്കുലർ ഫേസ് എത്തിയപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇവിടെ ഒരു കൈൻഡ് ഓഫ് വോയിഡ് ഉണ്ട് ആൻഡ് ദിസ് ഇസ് വെയർ ഐ എം ഗുഡ് അറ്റ്, ഐ ക്യാൻ ഡു സംതിങ്. സോ അതിൽ ഞാൻ MBA എന്നുള്ളത്. സോ ഐ തിങ്ക് അത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു ടൈം എടുക്കണം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ, ടു എക്സ്പ്ലോർ, ടു എക്സ്പെരിമെന്റ് തിങ്സ് എന്നുള്ളത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അത്? ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്ന ഒരു കാര്യമാണ് റൈറ്റ് നൗ. ഓക്കെ, ശരിക്ക് റിസ്വാൻ, ഈ MBA എന്ന് പറയുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസിന് എടുക്കാനുള്ള ഒരു കോഴ്സാണ്. അതിപ്പോൾ നമ്മളെ നാട്ടിലൊരു ട്രെൻഡായിട്ട് BTech MBA, BBA MBA, BCom MBA, അങ്ങനെ ഒരു ബ്രേക്ക് പോലും ഇല്ലാണ്ട് എടുക്കുകയാണ് ആൾക്കാർ. ബട്ട് ജസ്റ്റ് ഇതിൻ്റെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് ഈ MBAയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഹൗ ഡു വി നോ ദാറ്റ് നമ്മൾ ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്യേണ്ടത്? ഇപ്പോൾ റിസ്വാൻ പറഞ്ഞു യു ന്യൂ ദാറ്റ് വോയിഡ് യു വോണ്ട്. MBA ഞാൻ ചെയ്യണത് ലീഡർഷിപ്പ് ആൻഡ് സ്ട്രാറ്റജി എന്നതല്ല. ഞാൻ ഇപ്പം MBA ചെയ്ത ആൾക്കാരോട് ചോദിക്കും നീ എന്ത് MBA ആണ്? ലീഡർഷിപ്പ് ആൻഡ് സ്ട്രാറ്റജി. അങ്ങനെ ഒരു MBA അങ്ങനെ ഒരു MBA ഉണ്ട്. നമ്മൾ ആകെ ഫിനാൻസ്, HR, സെയിൽസ്. അതെ അതെ. സോ ഇതുമല്ല, ഒരുപാട് MBAs ഉണ്ട്. ലൈക്ക് നമ്മൾ പോലും അല്ലെങ്കിൽ ഇപ്പം അടുത്ത് ഇന്നലെ ഞാനൊരു കോളേജിൽ ഒരു കോഴ്സ് വായിച്ചത് MBA ഇൻ ഡിജിറ്റൽ ബിസിനസ്. ബിക്കോസ് ബിസിനസ് ഇസ് all turning into digital, right? So ഡിജിറ്റൽ ബിസിനസ്സിനെ പറ്റി പഠിപ്പിക്കുന്ന MBA ഉണ്ട്. സോ ദർ ആർ സോ മെനി MBAs ഔട്ട് ദർ. അപ്പോൾ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ BTech കഴിഞ്ഞ ഉടനെ വി ഡോണ്ട് നോ വാട്ട് ഡു വി വോണ്ട്. ഇപ്പോൾ BTech കഴിഞ്ഞ MTech എടുക്കുമ്പോഴും വി ഡോണ്ട് നോ വാട്ട് വി വോണ്ട് ടു സ്പെഷ്യലൈസ് ഇൻ. വെറുതെ കുറേ സീനിയേഴ്സിനോട് ചോദിക്കും, കുറേ ടീച്ചേഴ്സിനോട് ചോദിക്കും. ദേ വിൽ ബി ടെല്ലിങ് യു ദെയർ ഒപ്പീനിയൻ. ഹൗ ഡസ് ദാറ്റ് ബി ആർ ഒപ്പീനിയൻ? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബെസ്റ്റ് തിങ് ഇസ് ഫിനിഷ് യുവർ ഡിഗ്രി, ഗോ ഫോർ വർക്ക്. ഏതെങ്കിലും ഒരു ഓഫീസിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കുമ്പോൾ യു വിൽ ഗെറ്റ് ടു നോ ഓക്കെ HR ഇസ് ഗുഡ്, ഐ വോണ്ട് ടു ഡു ഇൻ ദിസ്. അല്ലെങ്കിൽ ഓക്കെ മാർക്കറ്റിംഗ് ഇസ് കൂൾ, ഐ വോണ്ട് ടു ഡു ഇൻ ദിസ്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഞാൻ HR MBA എടുക്കാൻ വിചാരിച്ചാൽ ആൻഡ് നൗ ഐ എം ലൈക്ക് നെവർ, ഐ ഡോണ്ട് വോണ്ട് ടു ഡു MBA ഇൻ HR ബിക്കോസ് ഐ തോട്ട് ഐ എം എ പീപ്പിൾ പേഴ്സൺ, ഐ വിൽ ബി ഗുഡ് അറ്റ് HR. ബട്ട് ദ തിങ് ഇസ് ഞാൻ ആ ബ്രേക്ക് എടുത്തതുകൊണ്ട് ലൈക്ക് ആഫ്റ്റർ BTech നേരെ MBAക്ക് പോകുന്നതിൻ്റെ പകരം ഐ വെൻറ്റ് ഫോർ എ ജോബ്. ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ UAE വർക്ക് ചെയ്ത സമയത്ത് ഞങ്ങളെ HR ഡിപ്പാർട്ട്മെൻറ്റ് was, they were so strict and they were so hectic and അവരുടെ ഓരോ ട്രെയിനിങ് പ്രോഗ്രാംസ് and I mean I wouldn't say HR is bad, പക്ഷേ the HR we had in our office was bad. I know like right now I'm also working at Josh. അവിടുത്തെ HR team is cool, they are good, I like them. പക്ഷേ when I was working in UAE the HR team there was so boring. അപ്പോൾ എനിക്ക് മനസ്സിലായി I seriously don't want to get into that. അപ്പോൾ ഞാൻ അന്ന് തന്നെ ആവേശത്തിൽ MBA and HR ഒക്കെ ചെയ്തിരുന്നെങ്കിൽ സോ വി ഷുഡ് ഓൾവേസ് ഗീവ് അവർ സെൽഫ് ടൈം ടു എക്സ്പ്ലോർ ദ ഫീൽഡ്സ്. കാരണം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിലേക്ക് പോയിട്ടേ കാര്യമുള്ളൂ. എൻഡ് ഓഫ് ദി ഡേ അതിലേ കാര്യമുള്ളൂ. സോ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഏറ്റവും ബേസിക് ലെവലിൽ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാം. ഈവൻ നമ്മളെ വാപ്പാൻ്റെ കമ്പനി ആണെങ്കിൽ പോലും ബേസിക് ലെവലിൽ ജോയിൻ ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ദാറ്റ്സ് ഹാപ്പനിങ് അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വിച്ച് ഫീൽഡ് ഡു ഐ വോണ്ട് ടു ഗോ എന്നുള്ളത്. കരിയർ ഈസ് ഓൾ അബൌട്ട് എക്സ്പ്ലോറിങ് ആൻഡ് എക്സ്പെരിമെൻറ്റിങ്. അതല്ലാണ്ട് നമുക്ക് ഒറ്റയടിക്ക് കറക്റ്റ് കരിയറിൽ എത്താൻ ഒരിക്കലും പറ്റില്ല. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു ഡു ആൻ MBA ഓർ എനി മാസ്റ്റേഴ്സ്, എക്സ്പ്ലോർ ഫസ്റ്റ്, അണ്ടർസ്റ്റാൻഡ് what do you actually want to specialize. ഇത് പഠിച്ചാൽ എനിക്ക് ഭയങ്കര ഉപകാരം ഉണ്ടാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിൽ സ്പെഷ്യലൈസ് ചെയ്യുക. അതർ ദൻ ദാറ്റ് യു ഡോണ്ട് നീഡ് എൻ MBA എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതൊക്കെ ഉമ്മ വാപ്പ എല്ലാവരും കാണുന്നതല്ലേ? ഓക്കെ, കാരണം വെച്ചാൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ യൂട്യൂബ് ലൈക്ക് ബീങ് കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളത് ഒരു കരിയറായിട്ട് കൊണ്ടുവരുന്നു. ഞാൻ ഇന്നലെ വായിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് കോണ്ടന്റ് മാനേജർ, സോഷ്യൽ മീഡിയ മാനേജർ, ഇങ്ങനത്തെ കരിയേഴ്സ് ഒന്നും ഒരു 2 വർഷം മുന്നേ 3 വർഷം മുന്നേ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നില്ല. സോ കുറെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആൻഡ് ഒബ്വിയസ്ലി യു ഹാവ് ടു എക്സ്പ്ലോർ ദാറ്റ്, റൈറ്റ്? ബ്യൂട്ടിഫുൾ. സോ അടുത്ത ഒരു ചോദ്യം, ലെറ്റ്സ് ഗോ ബാക്ക് ടു കോളേജ്. എവിടെയെന്ന് വെച്ചാൽ കോളേജിൽ ഒബ്വിയസ്ലി നമ്മൾ ഐ തിങ്ക് വി ഹാവ് ടു പ്രിപ്പയർ അപ്പാർട്ട് ഫ്രം CV നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുന്നല്ലാതെ സ്കിൽസ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഐ തിങ്ക് ഞാൻ ഒബ്സർവ് ചെയ്ത പ്രകാരം ഇൻ ദ ലാസ്റ്റ് 3 years സ്കിൽസ് എന്നുള്ള സംഭവം ഭയങ്കര ചിന്തിക്കാത്തൊരു സംഭവമാണ്. ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിക്കാത്തൊരു സംഭവമാണ്. സോ വാട്ട് സ്കിൽസ് മാറ്റർ? വാട്ട് സ്കിൽസ് ടു ഡെവലപ്പ്? സ്കിൽസ് ഡു മാറ്റർ. കാരണം ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരുവിധം സ്കിൽസൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഇസ് ഫ്രം മൈ കോളേജ്. സോ ഐ എം ഓൾവേസ് വെരി, എസ്പെഷ്യലി ഞാനൊരു NRI കിഡ് ആയതുകൊണ്ട് സ്കൂളിൽ നിന്ന് അത്ര സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. ബിക്കോസ്
3,000 4,000 അത്രയും വലിയൊരു എമൗണ്ട് സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ആ ഒരു സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിന് നമ്മളെ നോക്കാൻ സമയമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഐ ഓൾവേസ് തമാശക്കാണെങ്കിലും ഞാൻ പറയും ഭയങ്കര നെപ്പോട്ടിസാണ് അവിടെ. കാരണം ടീച്ചേഴ്സിൻ്റെ കുട്ടികൾക്കേ അവിടെ പ്രിഫറൻസ് കിട്ടില്ലല്ലോ. ലൈക്ക് ഞാനൊക്കെ ഒരു സ്ട്രഗ്ലിങ് ആക്ടറായിരുന്നു അവിടെ. സോ അങ്ങനെ തന്നെ ഞാൻ പറയും. ബിക്കോസ് എൻ്റെ ഒരു സ്വഭാവം വെച്ച് എല്ലാ പരിപാടിക്കും ഞാൻ പങ്കെടുക്കുന്ന ആളാണ്. ലൈക്ക് ഐ കെൻ നോട്ട് സേ നോ. That is another thing that I had to fight and learn after a point. Okay, അപ്പോൾ saying not able to say no is not that a good skill. So ആ ഒരു സമയത്ത് it was good. സോ ഞാൻ എല്ലാത്തിലും പങ്കെടുക്കും. എല്ലാ റെസിറ്റേഷൻ കോമ്പറ്റീഷൻസിലും എല്ലാ എലിക്യൂഷനിലും വൈറ്റ് ഡ്രസ്സ് ഇടണം പങ്കെടുക്കുന്ന കുട്ടികൾ. യു മൈറ്റ് നോ. അന്ന് നമ്മൾ മാത്രം വൈറ്റ് ഇട്ടിട്ട് വരും. എല്ലാത്തിലും ഹഷ്ബ ഹംസ ഇരിക്കുന്നുണ്ടാവും. ബട്ട് ഐ നെവർ വൺ എനിത്തിങ് ആൻഡ് ഐ ന്യൂ ഐ വോണ്ട് വിൻ. ബിക്കോസ് നമ്മൾ ആ ലൈനിൽ ഇരിക്കുമ്പോൾ തന്നെ വി നോ ഷീസ് ഗോണ ഗെറ്റ് ഫസ്റ്റ്, ഷീസ് ഗോണ ഗെറ്റ് സെക്കൻഡ്, ഷീസ് ഗോണ ഗെറ്റ് തേർഡ്. ഇതൊക്കെ മാച്ച് ഫിക്സിങ് ചെയ്ത് വെച്ച പോലെയാണ്. സോ ദാറ്റ് വാസ് മൈ സ്കൂൾ ലൈഫ്. ലൈക്ക് എനിക്ക് അങ്ങനത്തെ ഒരുപാട് ഓർമ്മകളുണ്ട്. ബിക്കോസ് ഐ വാസ് എ ഫൈറ്റർ. ഞാൻ എപ്പോൾ ടീച്ചേഴ്സിന് എൻ്റെ മുഖം നന്നായിട്ട് അറിയും. ബിക്കോസ് ഞാൻ ഡാൻസ് യെസ്, എലിക്യൂഷൻ യെസ്. ചിലപ്പോൾ എന്നോട് വരെ പറയും ഹഷ്ബ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തില്ല, ഇപ്രാവശ്യം. അല്ലെങ്കിൽ ഐ യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ എവ്രിതിങ്. ആൻഡ് മിനിമം ഞാൻ ആയത് ക്ലാസ് ഹൗസ് ക്യാപ്റ്റൻ ആയിരുന്നു. അതെല്ലാ കൊല്ലം ഞാൻ ഹൗസ് ക്യാപ്റ്റനാണ്. ബിക്കോസ് മേ ബി എൻ്റെ വായ എടുക്കാനായിരിക്കും, ഐ ഡോണ്ട്. എല്ലാ കൊല്ലം ഞാൻ ഹൗസ് ക്യാപ്റ്റൻ ആയിരിക്കും. പക്ഷെ അത് ക്ലാസ് റൂമിൻ്റെ ഉള്ളിലാണ്, നോട്ട് ഓൾ ഓവർ ദ സ്കൂൾ. പിന്നെ ക്യാബിനറ്റിലൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ബിക്കോസ് അതൊക്കെ ഓൾറെഡി നമുക്ക് അറിയുന്ന ഫേസസ് ആർ ഓൾ ഫിക്സ്ഡ് ദെയർ. അപ്പം കോളേജിൽ എത്തിയപ്പോഴാണ് ആ ഒരു ഫ്രീഡം കിട്ടിയത്. ബിക്കോസ് ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ മൈ കോളേജ്. ഞാൻ പഠിച്ച കോളേജിനോട് എഞ്ചിനീയർ സക്സസ്ഫുൾ എഞ്ചിനീയർ ആയിട്ടില്ലെങ്കിൽ പോലും ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ് കോളേജ്. കാരണം അവിടെ എത്തിയപ്പോഴും ഐ നെവർ സെഡ് നോ. ഏത് ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും എന്താണെങ്കിലും. ഒരു ഫസ്റ്റ് ഇയറിൽ ഒരു സാറ് വന്നിട്ട് പറഞ്ഞു എന്നെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതൂ എന്ന് പറഞ്ഞു. ആ സാറിനെ പറ്റി ഓക്കെ എന്ന് പറഞ്ഞ് വേഗം കൈപൊക്കി. ഹൂ വാണ്ട്സ് ടു റൈറ്റ് എൻ ആർട്ടിക്കിൾ അബൌട്ട് മീ. ആ ആർട്ടിക്കിൾ ഞാൻ എഴുതി. ഹി ആസ്ക്ഡ് us to write that article because he wanted a host for the next program. So he wanted to see who can write the script because he didn't want to write the script for us. അപ്പോൾ എഴുതാനും കൂടി അറിയുന്ന കുട്ടിയാണെങ്കിൽ 2 in 1 കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ആർട്ടിക്കിൾ എഴുതി കൊടുത്ത് സാറ് വന്നിട്ട് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി. സാറ് പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിലാണ് ഇങ്ങനത്തെ റൈറ്റിംഗ് ഒക്കെ കണ്ടത് ഇവിടെ. കാരണം ചിലപ്പോൾ നാട്ടിൽ സാർ അങ്ങനെ ഒരു റൈറ്റിംഗ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്ക് എഴുതാനുള്ള കഴിവ് എനിക്കും അറിയില്ല. അത് ഞാൻ കോളേജിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഉള്ളൊരു സ്ഥലത്ത് നിന്ന് ഹി മെയ്ഡ് മീ ആൻ ആങ്കർ. പിന്നെ എന്ത് അവസരം വന്നാലും ഐ വിൽ ബി ലൈക്ക് യെസ് 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 യെസ്. അത് സ്കിൽസ് ഡെവലപ്പ്. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ദാറ്റ് ദീസ് സ്കിൽസ് ആർ ഗോയിങ് ടു ഹെൽപ്പ് മീ ഇൻ മൈ ഫ്യൂച്ചർ. ബിക്കോസ് ദോസ് സ്കിൽസ് ആർ വാട്ട് മെയ്ഡ് മീ സ്റ്റാർട്ട് ഈവൻ ഹാഷ്ടാഗ്. അപ്പോൾ ആ ഒരു ലെവലിൽ എനിക്ക് അറിയില്ലായിരുന്നു. ബട്ട് ഇത് കാണുന്ന ഏത് സ്റ്റുഡൻ്റ് ആണെങ്കിലും കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു പൊളിക്കേണ്ട സ്ഥലമാണ് കോളേജ് ലൈഫ്. ബട്ട് ഇൻ എ പോസിറ്റീവ് വേ. എല്ലാ പ്രോഗ്രാംസിലും പങ്കെടുത്തിട്ട് എല്ലാ രീതിയിലും എക്സ്പോഷേഴ്സ് എല്ലാം നമ്മൾ കിട്ടുന്നതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക. ലൈക്ക് വെൻ യു ഗോ ഫ്രം ദാറ്റ് കോളേജ് ദിസ് പേഴ്സൺ വാസ് ദെയർ എന്നുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ കോളേജിൽ നിന്ന് ഇറങ്ങുക. അതിൻ്റെ കൂടെ തന്നെ പഠിപ്പും കൂടെ കൊണ്ടുപോകണം. ബിക്കോസ് അക്കാഡമിക്സ് ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള ടിക്കറ്റാണ് മാർക്ക്. സോ ആ മാർക്കില്ലാണ്ട് ഒരുപാട് സപ്ലിക്ക് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ലൈഫോട് മടുത്തു പോകും. സോ എൻജോയ് കോളേജ് ലൈഫ് ആൻഡ് സ്റ്റഡി. അപ്പോൾ ആ എൻജോയ് ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് ത്രൂ ദാറ്റ് എൻജോയ്മെൻറ്റ് യു ആർ ഡെവലപ്പിംഗ് യുവർ സ്കിൽസ്. അതായത് പ്രോഗ്രാം ഞാൻ പറഞ്ഞില്ലേ NSS ഇവൻറ്റ്സ് അങ്ങനെ ഓരോന്നും ചെയ്ത് NSSന്ന് കിട്ടിയ എക്സ്പീരിയൻസിലാണ് ഞാനിപ്പോൾ ഹാഷ്ടാഗിൽ ഇവൻറ്റ്സ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും കോൺഫിഡൻ്റ് ആയി സ്റ്റേജിൽ സംസാരിക്കുന്നത് NSSൽ ഇങ്ങനെ ഘോരഘോരമായി സംസാരിച്ചതുകൊണ്ടാണ് ഇവിടെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ വി വർ ഫോഴ്സ്ഡ് ടു സ്പീക്ക്. അപ്പോൾ സ്കിൽസ് ആർ ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്തായിരുന്നു ചോദ്യം? ഹൗ ടു ഡെവലപ്പ് ഇത് തന്നെയാണ്. കാരണം കോളേജിൽ നമുക്ക് ട്രെയിനിങ് ആയിട്ട് അവർ കൊണ്ടുവന്നു തരില്ല. ഫൈനൽ ഇയർ ആകുമ്പോൾ കോളേജസ് വന്നിട്ട് നമുക്കൊരു 5 day 10 day ട്രെയിനിങ് തരും. അത് കുറേ വലിയ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് നമുക്ക് ട്രെയിനിങ് തരും. ബട്ട് ദാറ്റ് ഹെൽപ്സ് ടു എൻ എക്സ്റ്റെൻറ്റ്. ദാറ്റ് ഹെൽപ്സ്. എന്നെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ ട്രെയിനിങ് അതൊക്കെ അവർ പറഞ്ഞു തന്നത് എനിക്കിഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഒരു സാധാരണക്കാരി ആയിട്ടുള്ളൊരു കുട്ടി, ഇപ്പോൾ എനിക്ക് ഓൾറെഡി അതിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ആ ക്ലാസ്സൊക്കെ ഭയങ്കരമായിട്ട് കേട്ടു. പക്ഷേ ഒരുപാട് കുട്ടികൾക്ക് ബേസ് ഇല്ലാണ്ട് നേരെ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ദേ വോണ്ട് ബി ഏബിൾ ടു. അപ്പോൾ കോളേജസ് ശരിക്കും സ്റ്റാർട്ടിങ് മുതലേ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ട്രെയിനിങ്സ്. ബട്ട് വി വോണ്ട് ഗെറ്റ് ഇറ്റ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഫസ്റ്റ് ഇയർ മുതൽ തന്നെ സേ യെസ് ടു ഓൾ ദി ഓപ്പർച്യൂണിറ്റീസ്, ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് കംസ് യുവർ വേ. എല്ലാത്തിനും കയറി യെസ് പറയണം എന്നല്ല, ബട്ട് ട്രൈ ഔട്ട് എവറിത്തിങ്. റൈറ്റിംഗ്, സ്പീക്കിംഗ്, കോർഡിനേറ്റിംഗ്, പ്രസൻറ്റിങ്, സെമിനാർസ്, അങ്ങനെ എല്ലാം ഒന്ന് ട്രൈ ചെയ്തു. ഞാനൊരു നാഷണൽ ലെവൽ
ഒരു പേപ്പർ എഴുതാൻ ശ്രമിച്ചു, 8 നിലയിൽ പൊട്ടി. ബിക്കോസ് ഐ കൻ നോട്ട് റൈറ്റ് ടെക്നിക്കൽ റൈറ്റിംഗ്. ബട്ട് ദാറ്റ് ഡസന്റ് മാറ്റർ. ഐ ഗോട്ട് ടു നോ ദാറ്റ് ഐ ഹേറ്റ് ടെക്നിക്കൽ റൈറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലായി ദാറ്റ് ഐ എം നോട്ട് ഗുഡ് അറ്റ് ദാറ്റ് എന്നുള്ളത്. അങ്ങനെ 8 നിലയിൽ പൊട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതും ചെയ്ത് നോക്കിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ ആ ഭാഗത്തേക്ക് പോവാത്തത്. സോ കോളേജ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെൻറ്റ് വിത്ത് യുവർ സ്കിൽസ്. കാരണം അത് കഴിഞ്ഞ് നമ്മൾ നേരെ ജോബിൽ കയറുമ്പോണ്ടല്ലോ ഇത്രയും ഒരു ഫ്രീഡം നമുക്ക് കിട്ടൂല. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഹെക്റ്റിക്. അപ്പോൾ പിടിച്ചിട്ടായിരിക്കും കുട്ടികൾ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യണോ, എനിക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, എനിക്ക് അത് ഡെവലപ്പ് ചെയ്യണം, ഇത് ഡെവലപ്പ് ചെയ്യണം. പറ്റൂല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനേക്കാളൊക്കെ ബെസ്റ്റ് ടൈം നമ്മൾ റിലാക്സ് ആയി നിൽക്കുന്നത് കോളേജ് ടൈമിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഈ വർക്കും ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതും എല്ലാം കൂടെ കൂടിയിട്ടൊരു ചറപറ ആകും. അപ്പോൾ അതിനേക്കാളും ബെസ്റ്റ് ടൈം ഇസ് യുവർ കോളേജ് ടൈം. ബട്ട് നൗ ഇസ് ഓൾസോ ദ ബെസ്റ്റ് ടൈം. അതും കൂടി പറയണമല്ലോ. Yesterday was the best time, today is the Today's second. yeah. Beautiful. So a simple question, yes or no, and a why. Degree, does it matter? I cannot say yes. Okay, I know you want a short answer, പക്ഷേ see there are certain professions. ഇത് ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് after being a career coach. Because if you ask me personally, I would say degree doesn't matter, skills matter. പക്ഷേ there are certain professions. If you want to be a professor, like if your dream is to be a professor, degree matters. If you want to be a scientist, degree matters. If you want to become anything like ഒരു പ്രൊഫഷണൽ ലെവൽ, ഇഫ് യു വോണ്ട് ടു ബി എ ഡോക്ടർ, ഡിഗ്രി മാറ്റേഴ്സ്. ഇഫ് യു വോണ്ട് ടു ബി എന്തെങ്കിലും അങ്ങനത്തെ പ്രൊഫഷണലായിട്ട് പോകാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ, യു വോണ്ട് ടു ബി എൻ AI ആർക്കിടെക്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർക്കിടെക്ട് ആവണോ, ഡിഗ്രി മാറ്റേഴ്സ്. ബട്ട് സ്കിൽസ് വെച്ചിട്ടും പ്രൊഫഷൻസ് ഉണ്ട്, ഡിഗ്രി വെച്ചിട്ടും പ്രൊഫഷൻസ് ഉണ്ട്. സോ ഇഫ് യു വോണ്ട് ടു ബി എ കോണ്ടന്റ് ക്രിയേറ്റർ, no need of degree. If you want to get into digital marketing, no need of degree. If you want to be a designer, no need of degree. കാരണം ഇങ്ങനത്തെ ഫീൽഡിലൊക്കെ സ്കിൽസ് മാറ്റേഴ്സ്. ഇപ്പോൾ ഐ എം ബിക്കമിങ് എ കരിയർ കോച്ച്, ഞാൻ എംപത്തറ്റിക് അല്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് ആ സ്കിൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഐ വിൽ ബി എ ഫ്ലോപ്പ് കരിയർ കോച്ച് ഈവൻ ഇഫ് ഐ ഹാവ് ഡിഗ്രി ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് എവറിത്തിങ്. എൻ്റെ ക്ലയൻസിൻ്റെ ഇമോഷൻസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ഐ എം എ ഫെയിലിയർ. അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസ് വരുന്ന സമയത്ത് സ്റ്റേജിൽ നിന്ന് ഞാൻ വിറക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എം എ ഫെയിലിയർ. സോ സ്കിൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റിസ്വാന് ഒരു വീട് വെക്കുകയാണ്, 2 ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ഉണ്ട്. ഒരാൾ ഭയങ്കരമായി പഠിച്ച് ക്വാളിഫൈഡ് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈനർ, ഒരാൾ 10th കഴിഞ്ഞിട്ട് ഡിപ്ലോമ കോഴ്സ് ചെയ്ത് ഇൻറ്റീരിയർ ഡിസൈനർ. ഈ ഡിസൈനിങ് ഫീൽഡിൽ സ്കിൽസ് മാറ്റർ. റിസ്വാന് ഇവരെ 2 പേരും ക്വാളിഫിക്കേഷൻ ആണോ നോക്കുക, അതോ അവർ ചെയ്ത വർക്ക് ഹിസ്റ്ററി ആണോ നോക്കുക? സോ വർക്ക് ഹിസ്റ്ററി ആണോ നോക്കുക. സോ ഈ 10th കഴിഞ്ഞ് ഡിപ്ലോമ ഇൻ ഇൻറ്റീരിയർ ചെയ്ത ഒരു കുട്ടിയുടെ വർക്ക് മേ ബി ഇറ്റ് മൈറ്റ് ബി അമേസിങ്, ബിക്കോസ് ആ കുട്ടിക്ക് അത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും, ആ കുട്ടിക്ക് അതിനോട് ഭയങ്കര ഒരു സ്കില്ലുണ്ടാവും, മെൻ്റലി ഇമേജസ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടാവും. സോ അങ്ങനത്തെ കുട്ടികളുടെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ അതായിരിക്കും ലൈക്ക് സ്കിൽസ് മാറ്റർ ഇൻ ദാറ്റ് കേസ്. ഡിഗ്രീനേക്കാളും സ്കിൽസ് മാറ്റർ. സോ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡോണ്ട് ആസ്ക് മീ ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടിപൊളി. സോ അടുത്ത ഒരു ചോദ്യം എന്നുള്ളത്, ഒബ്വിയസ്ലി മോസ്റ്റ്ലി ലൈക്ക് എല്ലാവരും എന്ന് പറയുന്നില്ല, ചില ആൾക്കാരൊക്കെ ഇപ്പം കോളേജൊക്കെ കഴിഞ്ഞിട്ട് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് പോകും. ചില ആൾക്കാർ ദേ ഡോണ്ട് ഗെറ്റ് ദ ജോബ്സ്. കോളേജ് കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ, സപ്പോസ് ലെറ്റ്സ് സേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ട്രെൻഡാണ് ഒബ്വിയസ്ലി പുറത്ത് രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ പോയിട്ട് ജോലി അന്വേഷിക്കുക എന്നുള്ളതൊക്കെ. ആൻഡ് ദാറ്റ് ഈസ് സച്ച് എ ഹിഡിയസ് ടാസ്ക് ടു ഡു ആസ് വെൽ. ഒരുപാട് ഫെയിലിയേഴ്സ് ആൻഡ് റിജക്ഷൻസ് ഹാൻഡിൽ ചെയ്ത് വരും. ആൻഡ് ഓൾസോ യു ബീങ് എ പേഴ്സൺ ഹു വെൻ ത്രൂ ദ സെയിം തിങ്, ഹൗ ടു ഹാൻഡിൽ റിജക്ഷൻസ്, ഫെയിലിയേഴ്സ്, സെറ്റ്ബാക്സ് ആൻഡ് ഓൾ ഓഫ് ദിസ്? അത് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണ്, എസ്പെഷ്യലി വെൻ വി ഗോ അബ്രോഡ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കപ്പ് ഉണ്ട്, ഇറ്റ്സ് ഓക്കെ. കാരണം ഇപ്പം നമ്മളുടെ വീടുണ്ട്, നമുക്കിവിടെ നമുക്ക് കുടിക്കാൻ വെള്ളം കിണറ്റിൽ നിന്ന് കിട്ടും. വി ഡോണ്ട് ഹാവ് ടു പേ ഫോർ വാട്ടർ, വി ഡോണ്ട് ഹാവ് ടു പേ ഫോർ എനിത്തിങ്. അരിക്കാണെങ്കിൽ റേഷൻ നിന്ന് കിട്ടും. ലൈക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കംഫർട്ട് സോണിലിരുന്ന് ജോബ് ഹണ്ട് ചെയ്യാം ഇവിടെ. ഇനി ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിൾ ഉള്ളവരാണെങ്കിൽ പോലും they are also indirectly in a comfort zone when they are in their hometown. പക്ഷേ നമ്മൾ അവിടേക്ക് പോകുമ്പോൾ യുവർ ഫിനാൻസസ് ഡസൻറ്റ് മാറ്റർ. വീട്ടിൽ എത്രയുള്ള കുട്ടികളാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും നത്തിങ് മാറ്റേഴ്സ് ദെയർ. വി ആർ ഓൾ ഈക്വൽസ് ദെയർ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ജോബ് ഹണ്ട് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വെൻ ഇറ്റ് കംസ്, ഇപ്പോൾ ഞാൻ എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. എനിക്ക് UAE എത്തിയിട്ട് ഫസ്റ്റ് വീക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് മന്ത് ജോബ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ജോയിൻ ചെയ്ത ജോബ് ഐ ഗോട്ട് ഇറ്റ് ആഫ്റ്റർ 7 months. സോ ഏർലി കോൾ കിട്ടിയിട്ടുണ്ട്,
ലേറ്റായിട്ട് കോൾ കിട്ടിയിട്ടുണ്ട്. ആ വെയിറ്റിങ്ങും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, പെട്ടെന്ന് കിട്ടുന്ന എക്സൈറ്റ്മെൻറ്റും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സോ ഇതിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ട്രാറ്റജീസ് ആയിട്ട് വരും. You have to apply between 10 to 12 because hiring managers will be available at that time. ഉച്ചയ്ക്ക് ശേഷം ഒരിക്കലും അപ്ലൈ ചെയ്യരുത് because they will be having lunch. അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജീസ് ഒക്കെ ആൾക്കാർ കൊണ്ടുവരും. ക്വസ്റ്റ്യൻ പേപ്പർ ഏർലി മോർണിംഗിൽ ചെയ്യണം. കാരണം ദേ വേക്ക് ബിക്കോസ് ഹയറിംഗ് മാനേജേഴ്സിന് ഫ്രഷ് മൈൻഡ് ആയിരിക്കും. സോ ഐ ആക്ച്വലി ഡോണ്ട് തിങ്ക് they go through the CVs and everything. കാരണം ഞാനൊക്കെ സുബൈക്ക് എണീറ്റിട്ട് 7 മണിക്ക് ഇരുന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്യും. എനിക്ക് തോന്നുന്നത് UAE ഓൾമോസ്റ്റ് എല്ലാ വെബ്സൈറ്റ്സിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഐ വിൽ ബി അപ്ലൈയിങ് ആൻഡ് അപ്ലൈ. അതിനൊന്നും എനിക്ക് കോൾ വന്നിട്ടില്ല. പക്ഷേ നെറ്റ്വർക്കിംഗ് മാറ്റേഴ്സ്, എസ്പെഷ്യലി പുറത്ത് നെറ്റ്വർക്കിംഗ് മാറ്റേഴ്സ്. ഞാൻ എൻ്റെ സീനിയേഴ്സിനോടും എനിക്ക് പരിചയമുള്ളവരോടും കുടുംബക്കാരോടും റെക്കമെൻഡേഷൻ മാറ്റേഴ്സ്. റെക്കമെൻഡേഷനിലൂടെയാണ് ഈസി ആയിട്ട് ജോബ് കിട്ടുക. അല്ലാണ്ട് നമ്മൾ CV വെച്ചിട്ട് ഇങ്ങനെ ഈ ജോബ് സൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ what hiring managers usually do is if they have a requirement they go search for the people and they select them. അല്ലാണ്ട് നമ്മൾ വിചാരിക്കണ പോലെ രാവിലെ എന്നും മെയിൽ വരും, ആ മെയിലിൽ നോക്കിയിട്ട് ഓക്കെ ഇത് നല്ലത്, അവർക്ക് അവിടെ ചിലപ്പോൾ ഹയറിങ് ഓപ്ഷൻസും കൂടി ഉണ്ടാവില്ല. സോ ആ ഒരു സമയത്ത് നമ്മൾ ഇപ്പം ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് ഒരു 100 കമ്പനീസിന് അപ്ലൈ ചെയ്തു, ഒരു റിപ്ലൈയും കിട്ടുന്നില്ല. 1 വീക്കായിട്ട് റിപ്ലൈ കിട്ടുന്നില്ല. ആൻഡ് ഐ എം ലൈക്ക് what the hell എന്നുള്ളൊരു മൂഡിലേക്ക് നമ്മൾ വരും. അത് നമുക്ക് ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സിന് ജോലി കിട്ടി, അവർക്ക് ജോലി. ആ സമയത്താണെങ്കിൽ നമ്മൾ ആകെ കേൾക്കുന്ന ന്യൂസ് ഇവർക്ക് ജോബായി, ഇവർക്ക് ജോബായി, അവർക്ക് ജോബായി. പിന്നെ നമ്മളുടെ സീനിയേഴ്സിനൊക്കെ നമ്മൾ കാണുമ്പോൾ അടിപൊളി ജോബിൽ നിൽക്കുന്നു. ഇതൊക്കെ തന്നെ നമ്മൾ ആ സമയത്ത് കാണുള്ളൂ, ബിക്കോസ് യൂണിവേഴ്സ് ബ്ലാ ബ്ലാ. സോ ആ ഒരു സമയത്ത് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു കീപ് ഗോയിങ് ഓൺ. അപ്പോൾ നമ്മളുടെ വിസ കഴിയാനാവും, അപ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് വരാനാവും, അപ്പോഴത്തേക്കും നമ്മൾ ഡെസ്പറേറ്റ് ആവും. പിന്നെ ഞാൻ ചെയ്ത് ആ ഒരു ഡെസ്പറേറ്റ് പോയിന്റിൽ എത്തുമ്പോൾ ഞാൻ എല്ലാ പൊസിഷനിലും അപ്ലൈ ചെയ്യും. റിസപ്ഷനിസ്റ്റ്, മറ്റേത് there will be a point. I think everyone will have that point when you are abroad, okay? അപ്പോൾ നമുക്ക് ഒരു വിസ കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും ഏതെങ്കിലും ജോബിന് അപ്ലൈ ചെയ്യാമെന്ന് കരുതിയിട്ട് ചെറിയ ചെറിയ കോർഡിനേറ്റർ പോസ്റ്റ്, റിസപ്ഷനിസ്റ്റ് പോസ്റ്റ്, അങ്ങനെ പല പോസ്റ്റിനും. ആൻഡ് ഇൻഫാക്ട് ഒരു 6 months ഒരു വിസിറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വീണ്ടും വിസിറ്റിങ്ങിന് പോയി. അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ എൻ്റെ കസിൻ ബ്രദർ പറഞ്ഞു അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കമ്പനിയിൽ റിസപ്ഷനിസ്റ്റ് പോസ്റ്റ് ഉണ്ട്, നീ തൽക്കാലം അതിന് കയറി. എന്നിട്ട് ലൈക്ക് അങ്ങനെയൊക്കെ പല ടിപ്സ് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഐ അപ്ലൈഡ് ഫോർ റിസപ്ഷനിസ്റ്റ് പോസ്റ്റ് ടു ദാറ്റ് കമ്പനി. And they saw my CV and called me back and told, Hashba, you're an engineer. I'm like, oh, okay. ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു അല്ലേ, because I never applied for that post. അപ്പോൾ that is when I told, yes, I'm an engineer. So they were like, we have a vacancy for an engineer here. Do you want to join എന്ന് ചോദിച്ചു. അപ്പോഴാണ് I was like, yes, I want to join. കാരണം ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ് എഞ്ചിനീയർ പൊസിഷൻ ഉണ്ട് എന്നുള്ളത്. അവിടെ അവർക്ക് റിസപ്ഷനിസ്റ്റ് പോസ്റ്റ് ഒഴിവായിരുന്നു. സോ till the receptionist came, I had to sit in the reception area. കാരണം ഞാൻ എൻ്റെ സിവിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ജോബ് ക്വാണ്ടിറ്റി സർവേയിങ്ങും ഞാൻ ചെയ്യുന്നുണ്ട്, ബട്ട് ഐ എം സിറ്റിംഗ് അറ്റ് ദ റിസപ്ഷൻ ബിക്കോസ് ദേ ഹാഡ് ടു ഹയർ എ ന്യൂ റിസപ്ഷനിസ്റ്റ്. അപ്പോഴാണ് ഐ റിയലൈസ്ഡ് ഡെയിലി എത്ര CV ആണ് ഓഫീസിലേക്ക് വരുന്നത് എന്നുള്ളത്. നമ്മളുടെ മെയിലിലും നമ്മളുടെ ഓഫീസിലും ഇങ്ങനെ വന്ന് CV തരാൻ ഐ എം ലൈക്ക് ഓക്കെ വിൽ കോൾ ആൻഡ് ഐ വിൽ ജസ്റ്റ് ഡംപ് ഇറ്റ് സംവെയർ. ആദ്യമൊക്കെ ഞാനത് എടുത്ത് വെച്ചിട്ട് ഐ വിൽ ഷോ ഇറ്റ് ടു അവർ HR ആൻഡ് ഐ വിൽ ഷോ ഇറ്റ് ടു മൈ മാനേജർ എന്താ ചെയ്യേണ്ടത്. ലൈക്ക് ഡംപ് ഇറ്റ്. ഐ എം ലൈക്ക് വി ആർ ഡംപിങ് ഇറ്റ്. അവർ പൈസ കൊടുത്ത് പ്രിന്റ് ചെയ്ത് ഇത്രയും ഹോപ്പ്ഫുൾ. ഈവൻ ഐ ഡിഡ് ദാറ്റ് തിങ്. ലൈക്ക് ഞാൻ പറഞ്ഞില്ല, ഡെസ്പറേഷൻ്റെ പല ലെവൽസാണ്. ആ ഡെസ്പറേഷൻ്റെ ഒരു ലെവലിൽ നമ്മൾ ഓഫീസുകളിൽ പോയിട്ട് സർ സി വി ഐ ഡിഡ് ദാറ്റ് വൺ ഡേ ആൻഡ് ഐ ലൈക്ക് ഐ എം ഡൺ വിത്ത് ഇറ്റ് എന്നുള്ളത്. പക്ഷേ വാട്ട് യു ക്യാൻ ഡു ഇസ് നമ്മൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് പോകണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്പനീസ്, നമ്മളുടെ CV അപ്ഡേറ്റഡ് ആവണം. ഐ ഡോണ്ട് ഈവൻ വോണ്ട് ടു തിങ്ക് അബൌട്ട് ഹൗ മൈ CV വാസ് അറ്റ് ദാറ്റ് ടൈം. കാരണം എനിക്ക് തോന്നില്ല അത് അത്ര അപ്ഡേറ്റഡ് ആയിരുന്നോ എന്നുള്ളതൊന്നും. കാരണം കോളേജിൽ ഒരു CV ഉണ്ടാവും, അതെല്ലാവരും കൂടി എഡിറ്റ് ചെയ്യും, ആ പേര് മാറ്റും, സ്പെസിഫിക് ആയിരിക്കും, സെയിം ഡിസൈൻ, സെയിം ടെംപ്ലേറ്റ്, എന്താന്ന് പോലും നോക്കൂല. അങ്ങനത്തെ CV ഒക്കെ ആയിട്ടുമായിരിക്കും പോകുന്നത്. സോ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് എ വെരി ഹാർഡ് ടൈം ആൻഡ് വാട്ട് യു ക്യാൻ ഡു ഇസ് കീപ് അപ്ലൈയിങ് ബിക്കോസ് it might take a week, it might take a month, it might take 6 months or a year, but you will get some job. പിന്നെ അവിടെ നിന്ന് കയറി പോകല്ലാണ്ട് വഴിയില്ല. ഈ ജോബ് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് ദ വെയിറ്റിംഗ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്താലും ഐ നോ വൺ തിങ് ദാറ്റ് ഇൻ്റർവ്യൂവിലെത്തിയാൽ ഞാൻ ക്രാക്ക് ചെയ്യുന്നുള്ളത് അറിയാം, പക്ഷെ ഇൻ്റർവ്യൂവിൽ എത്തണ്ടേ. സോ അവിടെ ആകുമ്പോൾ വി ഡോണ്ട് ഹാവ് എനി വൺ ഫോർ ബാക്കപ്പ് ഉണ്ടെങ്കിൽ ഗുഡ്, പക്ഷെ ബാക്കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു സ്ട്രഗിൾ, യു വിൽ ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്. റിജക്ഷൻസ്
are going to come, you cry or you stress eat like I did. ഞാൻ സ്ട്രെസ് ഈറ്റിംഗ് ചെയ്യും, ഞാൻ കരയും, ഇതൊക്കെ ചെയ്യുമായിരുന്നു. അൾട്ടിമേറ്റ്ലി ജോബ് കിട്ടിയപ്പോൾ ഇത്ര ഉള്ളോ അടിപൊളി. ഓക്കെ, സോ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഒരു ആൻസർ, ലൈക്ക് ജസ്റ്റ് when to switch jobs or like when to switch careers. Idum Rizwan, answer will be within you. Even if you're good at that job, even if you're getting well paid, you will not be enjoying a second of that job. Like the moment that job feels like a burden, like a job. അല്ലെങ്കിൽ the moment you feel the weights, like രാവിലെ എണീക്കുമ്പോൾ ഓ ഷിറ്റ് ഇന്നും പോണല്ലോ, the moment you feel that, it's time for you to rethink about your career. Like നമ്മളൊരു കോഴ്സ് പഠിച്ചതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ വലിയൊരു കമ്പനിയിൽ ജോബ് കിട്ടിയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ വലിയൊരു പേ, ലൈക്ക് ഐ സെഡ്, എനിക്ക് നല്ല പേയ്മെൻ്റ് ആയിരുന്നു ഫസ്റ്റ് 6 months. ഞാൻ കുറേ പണിയെടുക്കുന്ന ആളായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിലും തലയിടുന്നതുകൊണ്ട് ദേ ലൈക്ക് മീ. ഫസ്റ്റ് 6 months പ്രൊബേഷൻ പീരിയഡിൽ തന്നെ പ്രൊമോഷൻ കിട്ടിയ ഒരാളാണ് ഞാൻ. ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് ഹാപ്പൻസ് എനിവെയർ. സോ നല്ല പേ ആയിരുന്നു എനിക്ക്. ബട്ട് എവറി സിംഗിൾ മോർണിംഗ് ഐ എം ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഫോർ വർക്ക്. ഒരു LKG കുട്ടി കരയുന്ന പോലെ സ്കൂൾക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട്. ലിറ്ററലി ഐ എക്സ്പീരിയൻസ്ഡ് ദാറ്റ് പെയിൻ. ഐ വാസ് ഗെറ്റിംഗ് പെയ്ഡ്, ഐ വാസ് ലിവിങ് ഇൻ UAE, ഐ വാസ് ഗെറ്റിംഗ് എവറിത്തിങ്. പക്ഷെ ഐ വാസ് നോട്ട് ഹാപ്പി. കാരണം ഇതുപോലെ പൊളിച്ചടക്കി നടന്ന ഒരാളാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. ഇത്രയും ചെയ്ത ഒരാളെ ഒരു ക്യാബിനിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ക്വാണ്ടിറ്റി സർവേയിങ് ചെയ്യാൻ ഇരുത്തിയാൽ ഐ ഫെൽറ്റ് സോ ബാഡ്. എല്ലാ ദിവസവും ഇങ്ങനെ ടൈം നോക്കിയിരിക്കും പോവാൻ വേണ്ടിയിട്ട്. ആ ഒരു സെയിം ലൂപ്പ്, ആ ഒരു റൂട്ടീൻ, ദിസ് ഫീലിംഗ് ഇസ് സംതിങ് കോമൺ. ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ്. വെൻ ദേ ആർ സ്റ്റക്ക് ഇൻ എ ജോബ് ദേ ഡോണ്ട് ലൈക്ക്. ആ ജോബിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഹാർഡായിരിക്കും. I know it's going to be challenging because എൻ്റെ പോലെ അല്ല. I think I might be privileged. I had the option to choose if I want to stay or not. പക്ഷെ there will be people whose family depends on it. അപ്പോൾ it might not be an easy choice for them unless they have a backup plan. അവർക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടെങ്കിൽ they can change their careers. But എനിക്ക് ബാക്കപ്പ് പ്ലാൻ ഇല്ലായിരുന്നു. I explored and I found out my next project and everything. പക്ഷേ you will feel so weak. You will feel like crying every single day. You will feel like shouting. എനിക്ക് റിസ്വാൻ അതിലൂടെ കടന്നു പോയതല്ലേ. ലൈക്ക് ഐ എം ടെല്ലിങ് യു വാട്ട് ഐ ഫെൽറ്റ്. നൗ യു ടെൽ മീ വാട്ട് യു ഫെൽറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. I think ലേണിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതൊരു ഗ്രോത്ത്, ഒരു ലേണിംഗ് കർവ് ഉണ്ടല്ലോ. ഐ ഫെൽറ്റ്, ഞാൻ ജോലി റിസൈൻ ചെയ്യുന്ന ഒരു വെച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവിടെ ജോയിൻ ചെയ്തത് ഒരു 6 മാസം എന്നുള്ളൊരു കൈൻഡ് ഓഫ് ടെമ്പററി പീരീഡില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഐ വാണ്ട്. അതുവരെക്കും ഒരു ടെമ്പററി എന്നുള്ളതാണ്. ആൻഡ് ടേൺഡ് ഔട്ട് ഐ വാസ് ഗുഡ് അറ്റ് ദ സെയിം, ലൈക്ക് 6 മാസത്തിൽ ഐ ഗോട്ട് എ പ്രൊമോഷൻ ആൻഡ് ഐ വാസ് ട്രെയിനിങ് പീപ്പിൾ. ഇനീഷ്യലി ഒരു 6 മാസം ഞാൻ ഇങ്ങനെ ഓടി നടന്ന് ക്ലാസ് എടുത്തുകൊണ്ടുണ്ടായി. ഐ ട്രെയിൻ ലൈക്ക് സം 3000+ സ്റ്റുഡൻസ് സെഷൻസ് ഒക്കെ എടുത്ത് 6 മാസം കഴിഞ്ഞപ്പോൾ ട്രെയിനിങ് ആയി. ആൻഡ് ഇറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ്. ഓക്കെ, ആൻഡ് പുതിയ ഡിപ്പാർട്ട്മെന്റ്, പുതിയൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഐ ഹാഡ് ഫ്രീഡം ടു ട്രൈ ഔട്ട് ആൻഡ് മേക്ക് മിസ്റ്റേക്സ്. ആൻഡ് ഐ യൂസ് ദാറ്റ് റിയലി വെൽ. അപ്പോൾ ലേണിംഗ് കേവ് ഭയങ്കര ഇതായിരുന്നു. ആൻഡ് ആ ലേണിംഗ് കേവ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങിയ സമയത്താകുമ്പോഴേക്കും ഐ വാണ്ടഡ് ടു സ്വിച്ച്. ലൈക്ക് എന്താ പറയുക, ഞാൻ അവിടെ ട്രെയിനിങ്ങിലായിരുന്നു. മനസ്സിലായി, ഓക്കെ ഐ എം ബോർ. ഞാൻ എന്നിട്ട് മാനേജറോട് സംസാരിച്ചു. ആൻഡ് മാനേജർ ഐ ഹാഡ് ഇനീഷ്യലി വാസ് സോ ഗുഡ്. ആൻഡ് ഐ ചേഞ്ച് ഡിപ്പാർട്ട്മെന്റ്സ്, ഓപ്പറേഷൻസിലോട്ട് പോയി. ന്യൂ എൻവയൺമെന്റ്, ന്യൂ എക്സ്പെരിമെന്റ്സ്, മാനേജിങ് പീപ്പിൾ, സ്ട്രാറ്റജി, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഓൾ ദാറ്റ്. സോ അപ്പോഴും ഒരു കൈൻഡ് ഓഫ് ഗ്രോത്ത് കർവ് വന്ന് പിന്നെ ഐ ഫെൽറ്റ് ദാറ്റ് ഓക്കെ ഇത് ഫോർ എ ലോങ് ടൈം ദിസ് ഇസ് ഗോയിങ് ടു ബി ദ സെയിം, സ്റ്റാഗ്നന്റ് ആയിരിക്കും എന്നുള്ള. സോ ലേണിംഗ് കർവ് തന്നെ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. ഐ വാസ് ഡൂയിങ് ദ സെയിം തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ എവറി ഡേ. അപ്പോൾ ബോറിംഗ് ആവാൻ തുടങ്ങി. എക്സൈറ്റ്മെന്റ് ഇല്ല, ക്യൂരിയോസിറ്റി ഇല്ല, പുതിയതായിട്ടൊന്നും ചെയ്യണില്ല. സോ ഐ ഫെൽറ്റ് ഓക്കെ ദിസ് ഇസ് ലൈക്ക് എന്താ പറയുക, എൻ്റെ മാക്സിമമായി. ആൻഡ് ഫോർച്ചുനേറ്റ്ലി they have given me opportunities to explore all the department. ഞാൻ ഓപ്പറേഷൻസിൽ മാത്രമായിരുന്നു വർക്ക് ഉണ്ട്, ട്രെയിനിങ് മാത്രമായിരുന്നു. പക്ഷെ ഞാൻ സെയിൽസ്, മാർക്കറ്റിംഗ്, മീഡിയ, അഡ്വർടൈസ്മെന്റ്, കോണ്ടന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റായിട്ടും ഐ വാസ് വർക്കിംഗ് അലോൺ, ലൈക്ക് ഡൂയിങ് ഇൻ പ്രൊജക്ട്സ്, ഡിസൈനിങ് തിങ്സ്, എക്സിക്യൂട്ടീവ്, പ്രൊഡക്റ്റിൽ പോലും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വാസ് റിയലി ഗുഡ്. ഒരു പെർട്ടിക്കുലർ ഫേസ് എത്തിയപ്പോൾ ഓക്കെ ഇറ്റ്സ് ഡൺ, ഇനിയൊന്നും ഉണ്ടാകാൻ പോകണില്ല. ഓക്കെ ഐ മേഡ് എ പ്ലാൻ, ഒരു വിഷൻ ഉണ്ടാക്കി. ഓക്കെ ഐ വാണ്ടഡ് സംതിങ് ന്യൂ, ചാലഞ്ചിങ്, സം ലേണിംഗ് എക്സ്പീരിയൻസ്, ആൻഡ് ദാറ്റ് ഈസ് വെൻ ഐ ക്വിറ്റ്. എനിക്ക് തോന്നുന്നത് എന്താ പറയുക, റിസ്വാൻ, അതായത് ഇപ്പോൾ റിസ്വാൻ്റെയും എൻ്റെയും റിസ്വാൻ്റെയും എൻ്റെ ഒരു കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ബോത്ത് ഓഫ് us, I don't know if you would admit
to admit me to call you a multi-potentialite, but I find myself a multi-potentialite. ഞാൻ പലർക്കും പല ഡെഫിനിഷനാണ് കേട്ടോ ഓൺ മൾട്ടി-പൊട്ടൻഷ്യലൈറ്റ്. പക്ഷേ ഞാൻ കണ്ടുപിടിച്ച ഒരു ഡെഫിനിഷൻ നമ്മളെ ഒരു കാര്യം ചെയ്ത് ബോറടിക്കുമ്പോൾ നാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ഥിരത ഇല്ല എന്നുള്ളത്. സോ വീട്ടുകാരും നാട്ടുകാരും പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ഥിരത ഇല്ല. ആൻഡ് ഐ യൂസ് ടു തിങ്ക് ദാറ്റ് എനിക്ക് സ്ഥിരത ഇല്ലാത്ത ഒരാളാണ്, ദർ ഇസ് സംതിങ് റോങ് വിത്ത് മീ എന്നുള്ളത്. അൺടിൽ ഐ came to know about this term multi-potentialite by Emily Wapnick. I heard it for the first time from her, who gave a TED talk. Okay, Emily Wapnick. I'll never forget her name because she changed my life. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് there are people like me who love one thing എന്നിട്ട് അതിലേക്ക് ഡീപ്പായിട്ട് പോയിട്ട് അത് ഫുൾ പഠിച്ചിട്ട് and when they get to know about that, okay ഫൈൻ ബൈ, എന്നിട്ട് അടുത്തതിലേക്ക് പോകും. എന്നിട്ട് അതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് പഠിച്ചിട്ട് അത് മനസ്സിലായി എന്ന് തോന്നുമ്പോൾ ഓക്കെ എന്നിട്ട് അടുത്തതിലേക്ക് പോകും. സോ ഈ ഒരു ലേണിങ്സ്, അതായത് നമ്മൾക്ക് ഇപ്പോൾ റിസ്വാൻ പറഞ്ഞില്ല ഒരു കോഴ്സ് കണ്ടാൽ റിസ്വാൻ്റെ എല്ലാം ചെയ്യാൻ തോന്നുന്നു. ആൻഡ് യു വിൽ ആക്ച്വലി ലേൺ ഓൾ ഓഫ് ഇറ്റ് അറ്റ് സം പോയിന്റ്. എന്നിട്ട് അത് പഠിച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ലൈക്ക് ഓക്കെ നൗ ഐ ഗോട്ട് ടു നോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വാട്ട് ഐ ഡിഡ് വാസ്, ഈ സ്ഥിരത ഇല്ല എന്ന് പറഞ്ഞ് കേട്ട് ഐ ന്യൂ ഐ വാസ് ജമ്പിങ് ഫ്രം ജോബ് ടു ജോബ്, ബട്ട് ഓൾ ദീസ് വർ ന്യൂ ലേണിങ്സ് ഫോർ മീ ആസ് വെൽ. അതുകൊണ്ടാണ് ഐ സ്റ്റാർട്ടഡ് ഹാഷ്ടാഗ്, ബിക്കോസ് അറ്റ് ഹാഷ്ടാഗ് ഐ ക്യാൻ യൂസ് ഓൾ ഓഫ് ഇറ്റ്. ജസ്റ്റ് ഇമാജിൻ. അപ്പം ഐ എം സോ ഹാപ്പി ഐ മെയ്ഡ് ഹാഷ്ടാഗ്. കാരണം ഹാഷ്ടാഗിൽ പോലും ഐ സ്റ്റാർട്ടഡ് വിത്ത് കരിയർ കോച്ചിങ് ആൻഡ് ദെൻ ഐ വാസ് ലൈക്ക് ഓക്കെ ഐ എം ഗുഡ് അറ്റ് ദിസ്. ഇനി എനിക്ക് കരിയർ കോച്ചിങ് മനസ്സിലായി. നൗ വാട്ട് നെക്സ്റ്റ്, എന്താണ് നെക്സ്റ്റ്? ഐ ലൈക്ക് സ്കിൽസ്, കിൻഡർ ഗാർഡൻ, ഐ ഡോണ്ട് നോ വാട്ട് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് നെക്സ്റ്റ്. പക്ഷേ എൻ്റെ കമ്പനീനെ പോലും ഞാൻ എൻ്റെ പോലെ ആക്കി മാറ്റി. ഈവൻ മൈ സ്റ്റാഫ് ഹിയർ ഡസൻ ഡു ജസ്റ്റ് വൺ തിങ്. എൻ്റെ സ്റ്റാഫും അങ്ങനെയാണ്, എൻ്റെ കുട്ടികളും അങ്ങനെയാണ്. ദ വൺസ് ഐ ട്രെയിൻ അവരെ ഞാൻ ഒരു കാര്യത്തിൽ മാത്രം നിർത്തൂല. ഈവൻ മൈ കമ്പനി ഹാസ് ഡിഫറെൻറ്റ് സെക്ഷൻസ്. ഐ മെയ്ഡ് സംതിങ് ഔട്ട് ഓഫ് ദ സ്ഥിരത ഇല്ലായ്മ. സ്ഥിരത ഇല്ലാത്തവർക്ക് പറ്റിയ ഒരു കമ്പനി എന്നുള്ള രീതിയിൽ. ബിക്കോസ് ഇവിടെ വന്നാൽ ആരും ഒന്നിൽ നിൽക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും പലതും ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. സോ നമുക്ക് നമ്മളൊരു പേഴ്സണാലിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പറ്റിയൊരു ജോബ് എവിടെയോ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ജോബും നമുക്കുണ്ട്. നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ടുള്ള എക്സ്ട്രാ ആക്റ്റീവായിട്ടുള്ള ആളാണെങ്കിൽ അങ്ങനത്തെ ഒരു ജോബും ഉണ്ട്. നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണ് നമ്മളെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ജോബും ഉണ്ട്. സോ ഏതൊരു പേഴ്സണാലിറ്റിക്ക് പറ്റിയ ആൾക്കാരും ഐ ജസ്റ്റ് വോണ്ട് ടു സേ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്തും ആയിക്കോട്ടെ. ആൾക്കാർ ചിലപ്പോൾ പറയും യു ആർ എ ലൂസർ, ഒന്നിനും കഴിവില്ല, ഒന്നും ചിന്തിക്കില്ല. പലരും ഉണ്ടാവും ഫോണുമ്പോൾ കുറേ നേരം കുത്തിരിക്കുന്നു. ഈവൻ ദേ വിൽ ബി ഹാവിങ് അവർക്ക് പറ്റിയ ജോബ് പോലും ഉണ്ട്. ഫോണുമ്പോൾ കുത്തിരുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ജോബ് പോലും ഉണ്ട്. സോ whatever is your personality, എങ്ങനത്തെ സിറ്റുവേഷനിലുള്ള ആൾക്കാരാണെങ്കിൽ യു മൈറ്റ് നോട്ട് നോ റൈറ്റ് നൗ, ബട്ട് നിങ്ങൾക്ക് പറ്റിയൊരു ജോബ് അവിടെ എവിടെയോ ഉണ്ട്. യു ജസ്റ്റ് ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. ഐ ക്രിയേറ്റഡ് മൈൻ. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഐ ക്രിയേറ്റഡ് മൈൻ. അപ്പോൾ ദർ ഈസ് സംതിങ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി, എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു. അത്ര എനിക്ക് പറയാനുള്ളൂ. പോയിന്റ് നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ മൾട്ടി പൊട്ടൻഷ്യൽ എന്നുള്ളത് നിങ്ങൾ എവിടെ നിന്നുള്ളത്. ഞാൻ സെമിയ ആയിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഷി വാസ് എ സൈക്കോളജിസ്റ്റ്. ഐ വാസ് ലൈക്ക് ഓക്കെ എനിക്കും ഞാൻ എന്നും കേട്ടിട്ടുള്ളത് സ്ഥിരതയില്ലാത്ത ഒരു ഇതിലോ സ്റ്റിക്ക് ഓൺ ചെയ്യാത്ത ഒരാളെന്നുള്ളതാണ്. ആൻഡ് ഷി വാസ് ലൈക്ക് അതിലിപ്പോൾ എന്താ ലൈക്ക് ദാറ്റ് ഇൻ്റർവ്യൂ വിത്ത് ഹർ വാസ് ലൈക്ക് എ തെറപ്പി. ഓക്കെ ആൻഡ് ഇത് ഞാൻ അവിടെ നിന്ന് ഒരിക്കലും കേട്ടിട്ടുണ്ട്. ബട്ട് ഐ വാസ് റീഅഷ്യോർഡ് വിത്ത് ദാറ്റ് സെമിയത്ത. അതിന് മുന്നേ വെൻ ഐ വാസ് ഡൂയിങ് തെറപ്പി അഗെയിൻ I was told the same thing. It's okay to explore things, but this multi-potentiality ഞാൻ കേൾക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിന്നാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ എന്നോട് ഞാൻ ഈ ലൈക്ക് പോഡ്കാസ്റ്റിംഗ് കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള സംഭവം തുടങ്ങിയ സമയത്ത് എവ്രി വൺ എക്സ്പെക്റ്റഡ് മീ ടു ക്വിറ്റ്. എനിക്ക് എന്താ പറയുക എവൻച്വലി നിർത്തിയിട്ട് പോകും എന്നുള്ള സംഭവം. ബട്ട് I proved me wrong that I'm not going to quit. കാരണം വെച്ചാൽ this is something എല്ലാ ദിവസവും എന്തെങ്കിലും പഠിക്കാനുണ്ട്. സംതിങ് ന്യൂ ഇസ് ദർ. നിങ്ങൾ പറഞ്ഞാൽ തന്നെ യു സ്റ്റാർട്ടഡ് ഹാഷ്ടാഗ്, നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഹിയർ ഐ എം ഡിസ്കവറിങ് ലൈക്ക് ഇതുവരെ ഐ ഹാവൻ ട്രൈഡ് എന്താ പറയുക ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂസ്. ഞാൻ ട്രൈ ഓക്കെ ഹൗ ഡസ് ഇറ്റ് ഗോ, എനിക്ക് ഇനി എങ്ങനെ ബെറ്റർ ചെയ്യാം, ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഇറ്റ്, ഈവൻ എഡിറ്റിംഗ് ആയാലും ഓരോ കാര്യങ്ങളൊക്കെ ആയാലും. ആൻഡ് ദർ ഇസ് എ ജോയ് ഇൻ ദാറ്റ്. ഐ തിങ്ക് കോണ്ടന്റ് ക്രിയേഷൻ suits my personality. നിങ്ങൾ പറഞ്ഞ and I'm learning every single day. I'm happy here. Right. So ആ ഒരു നോട്ടിൽ if I may ask you the last question, എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആൻഡ് ഐ തിങ്ക് യു ക്യാൻ ആൻസർ ദിസ് ബ്യൂട്ടിഫുള്ളി ആസ് വെൽ. നിങ്ങളെ മുന്നിൽ ലോകത്തിലെ എല്ലാ ആൾക്കാരും ഉണ്ട്. ആൻഡ് യു ഹാവ് എ മൈക്ക്, യു ഹാവ് എ സ്റ്റേജ്. നിങ്ങളോട് പറയാണ് നിങ്ങൾ ഇതുവരെ ലൈഫിൽ പഠിച്ചിട്ടുള്ള ടോപ്പ് 3 ലെസൺസ് എന്താണെന്ന് വെച്ചാൽ
How would you answer that? Oh my god. ഐ തിങ്ക് ആ ടോപ്പ് 3 ലെസൺസിലേക്ക് ഞാൻ ഓണസ്റ്റ്ലി എത്തിയിട്ടില്ല. ഇപ്പം ഈ ഒരു പ്രായം വരെയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലും. കാരണം ഈ ഹാഷ്ടാഗ് ലൈക്ക് ഒരു ലോഗോ വെച്ചിട്ട് ഇത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഐ ഹവ് അച്ചീവ്ഡ് സംതിങ് ബട്ട് ദാറ്റ് വാസ് എ മിത്ത്. ദാറ്റ് വാസ് ജസ്റ്റ് എ ബിഗിനിങ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു 100 സ്റ്റുഡൻസ് മൈൽ സ്റ്റോൺ എത്തിയപ്പോഴാണ് ഐ വാസ് ലൈക്ക് ഓക്കെ ബട്ട് ദാറ്റ് വാസ് നത്തിങ്. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ മുന്നേ ഉണ്ടായ ഒരു കോൺവെർസേഷനാണ് ലൈക്ക് വിൽ ബി ലൈക്ക് ഐ വോണ്ട് ടു ഹിറ്റ് 10K സം ഹൗ ബട്ട് ദ മൊമെൻറ്റ് യു ഹിറ്റ് 10K യു ലൈക്ക് നൗ വാട്ട്. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. ലൈക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ലൈക്ക് വെൻ ഐ റീച്ച് ഐ എം ഗോണ ഫീൽ ദിസ്. അത് നമുക്ക് കിട്ടുന്നില്ല. മേ ബി 50K 100K വട്ട് എവർ കേസ് ഐ വിൽ ലൈക്ക് മില്യൺ ഹിറ്റ് ചെയ്താലും ഐ ഡോണ്ട് തിങ്ക് യു മൈറ്റ്. സോ ദർ ഇസ് സംതിങ് ദാറ്റ് യു സ്റ്റിൽ ഹാവ് ടു ലേൺ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ ഓഫീസ് തുടങ്ങിയതിന് ശേഷമാണ് മൈ റിയൽ ചാലഞ്ചസ് ബിഗിൻ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഈസി. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. I am going for therapy right now as an entrepreneur. ഞാൻ ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾക്ക് ഐ എം ഗോയിങ് ഫോർ തെറാപ്പി ആൻഡ് ദാറ്റ്സ് സോ ഗുഡ്. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഈസ് കീപ്പിംഗ് മീ സെയിൻ റൈറ്റ് നൗ. സോ ഇതുവരെയുള്ള ലെസൺസ് സോ ടഫ് ക്വസ്റ്റ്യൻ. എന്താ പഠിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 3 things that you want to say. 3 things I want to say from my life. Okay. This because I can't say from anyone else's perspective. എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് തോന്നിയ 3 കാര്യങ്ങളിൽ ഇപ്പോൾ ടോപ്പ് 1 will be is to follow your skills. Wherever your skills are taking you, your skills and interest. നമുക്ക് താല്പര്യമുണ്ട്, നമുക്ക് അതിൽ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ദാറ്റ്. ബിക്കോസ് അത് നിങ്ങളെ എവിടെയെങ്കിലും എത്തിക്കും, ഉറപ്പാണ്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, the moment you feel something is becoming hard, the moment you feel my life is so like I'm doing something that I love but still it's so hard, life is so hard, ഞാൻ വിചാരിച്ചോടത്തേക്ക് എത്തുന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ that means you're growing. ആ പെയിന് വരൂലേ, നമുക്ക് സങ്കടവും ടെൻഷനും എല്ലാം കൂടി വരുന്നൊരു സമയം. സി ഐ എം ഡൂയിങ് സംതിങ് ഐ ലവ്, എന്നിട്ടും ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ അല്ല, ഞാൻ അത് ചെയ്യുന്നില്ല, എനിക്കിതാവില്ല, അവർക്ക് അവിടെ എത്ര. സി 3 years ആയി ഹാഷ്ടാഗിൻ്റെ പേജ് തുടങ്ങിയിട്ട് ഐ സ്റ്റിൽ ഡിഡ്ന്റ് ഹിറ്റ് 50K. ബട്ട് ഐ നോ ഐ എം ഗോണ ഹിറ്റ് ഇറ്റ് സൂൺ. അല്ലെങ്കിൽ 100K. നമ്മളിപ്പോൾ K വെച്ചിട്ടല്ല എല്ലാം കൗണ്ട് ചെയ്യുന്നത്. സോ ഐ നോ മൈ ഗ്രോത്ത് ഇസ് സ്മോൾ ബട്ട് സ്ലോ, but I know I'm growing. അപ്പോൾ ഇതിൻ്റെ second tip I would like to say is when you feel that pain, remember that you're growing. When you feel that you are not reaching anywhere or ഇത് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യണോ എന്നൊക്കെ തോന്നുമ്പോൾ just give an extra push because you are reaching somewhere എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. Because that's what I learned. There are so many times I wanted to quit. I didn't. And that took me to another level. So നമ്മൾ അടുത്ത ലെവലിലേക്ക് ജമ്പ് ചെയ്യുന്നതിൻ്റെ മുന്നുള്ള ആ ഒരു ഡ്രാഗണാണ് ആ ഒരു ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്നത്. സോ യു ലൈക്ക് കിൽ ദാറ്റ് ഡ്രാഗൺ, യു ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ. അല്ലാണ്ട് ആ സ്റ്റേജിൽ തന്നെ അല്ല നിൽക്കുന്നത്. യു കിൽ ദാറ്റ് ഡ്രാഗൺ ആൻഡ് ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ടിപ്പ് ഐ വുഡ് ലൈക്ക് ടു സേ. നൗ തേർഡ് ടിപ്പ് ഇസ് മെയിൻറ്റെയിൻ യുവർ സാനിറ്റി. അതായത് ഇതിൻ്റെ ഒക്കെ ഇടയിൽ amongst all these chaos, don't forget your personal life because personal life matters so much. നമ്മൾ ഈ ജോബിൻ്റെ തിരക്കിലും ഐ എം എ കരിയർ കോച്ച്, ഐ ഷുഡൻറ്റ് ബി സേയിങ് ദിസ് ബട്ട് ഐ ഹാവ് ടു സേ ദാറ്റ് നമ്മൾ ജോബ്, നമ്മളുടെ ഡ്രീംസ്, ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്ന ഒരുപാട് ലിറ്റിൽ തിങ്സ് ഉണ്ട്. ആൻഡ് നമ്മളുടെ മൈൻഡ് നമ്മളോട് പറയുന്നുണ്ടാവും ഗോ, അവരുടെ കൂടെ സ്പെൻഡ് ഇത് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടാവും. ബട്ട് വിൽ ബി സോ മച്ച് ഇൻവോൾവ് ഇൻ ദിസ്. സോ ടേക്ക് ബ്രേക്സ് because without a break നമ്മൾ വർക്കഹോളിക് ആയിട്ട് ഒരു കാര്യമില്ല. സോ I've been a workaholic and that affected me badly. വർക്കഹോളിക് ആയതുകൊണ്ട് ആരും നമുക്ക് ബാഡ്ജും നമുക്ക് സമ്മാനങ്ങളും കൊണ്ടുവന്ന് തരാൻ പോകുന്നില്ല. അത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സോ ടേക്ക് കെയർ ഓഫ് ദാറ്റ് പീപ്പിൾ that who are there with you and actually stay away from phone and spend time with them. These 3 things are something that I might be saying to the huge crowd from my life up to this point. Yeah. So, yeah. So that really felt like നിങ്ങൾ എന്നോട് പറഞ്ഞ പോലെ തോന്നിയത്. So,
താങ്ക് യു സോ മച്ച്. അതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇസ് ദർ എനിത്തിങ് ദാറ്റ് യു വാണ്ടഡ് ടു ആഡ്? Yeah, I want to add something about Rizwan actually, because ഇപ്പോൾ റിസ്വാൻ്റെ ഈ പോഡ്കാസ്റ്റ് റിസ്വാൻ പറഞ്ഞ ആ പോയിന്റിൽ തന്നെ I wanted to say about this. റിസ്വാൻ്റെ ഓരോ ഗ്രോത്തും, like I think I started following you from a very when you started having very few followers. അപ്പോൾ അതിൽ നിന്നും when I'm നമ്മളിപ്പോൾ ഫോളോവേഴ്സ് വെച്ചിട്ടാണ് ഗ്രോത്ത് അനലൈസ് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ. സോ ഈവൻ ഐ എം അനലൈസിങ് ഇറ്റ് ദാറ്റ് വേ. പക്ഷേ ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ദാറ്റ് യു പുട്ട് ഓൺ, ദാറ്റ് വാസ് അമേസിങ്. ഇപ്പോൾ റിസ്വാൻ പറഞ്ഞു എല്ലാവരും എവ്രി വൺ തോട്ട് യു മൈറ്റ് ഡ്രോപ്പ് എന്നുള്ളത്. കേരളത്തിൽ പോഡ്കാസ്റ്റ് ഭയങ്കരമായി സീരിയസ് ആയി ഈ ക്വാളിറ്റിയിൽ ചെയ്യുന്നവരുണ്ടാകാം, ബട്ട് ഐ ഡിഡ്ന്റ് സീ. ഇറ്റ്സ് ജസ്റ്റ് യു ഹു ഐ സോ. ഞാനിത് പൊക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ അല്ല, ബട്ട് ഐ ഹാവ് ടു സേ, ബിക്കോസ് ഇപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല. സോ യു ബീൻ ഡൂയിങ് ദാറ്റ് വർക്ക്. അപ്പോൾ ഇപ്പോൾ റിസ്വാൻ പറഞ്ഞ പോലെ യു ബീൻ ഡൂയിങ് ദ സെയിം ടൈപ്പ് ഓഫ് കണ്ടന്റ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് അപ്പ് അല്ലെങ്കിൽ ഇതിലൊരു മടുപ്പ് വരുന്നതിൻ്റെ പകരം യു ആർ ടേക്കിംഗ് ഇറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ. ആൻഡ് ഐ മസ്റ്റ് സേ കണ്ണൂരിൽ നിന്നാണ് ഇപ്പോൾ റിസ്വാൻ വരുന്നത്, 4 hours ഡ്രൈവ്. റിസ്വാൻ വരും എന്ന് പറഞ്ഞപ്പോൾ മുതലേ ഐ വാസ് വെറീഡ്, ലൈക്ക് ഇത്ര സമയം എടുത്തിട്ട് റിസ്വാൻ എന്തിനു വരണം, എന്നെ ലൈവായിട്ട് ഇൻ്റർവ്യൂ ചെയ്താൽ പോരെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബട്ട് റിസ്വാൻ സീരിയസ്ലി ഔട്ട് ഓഫ് ഓൾ ദ ലൈവ് ഇൻ്റർവ്യൂസ് ഐ ഡിഡ്, ദിസ് ഈസ് ദ ബെസ്റ്റ് വൺ. കാരണം ഐ ക്യാൻ സീ യു, ഐ എം ടോക്കിംഗ് ടു യു, ലൈക്ക് ഐ ഫീൽ സോ കംഫർട്ടബിൾ. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഐ ഡോണ്ട് നോ വാട്ട് ഐ എം ഗോയിങ് ടു സേ, ബട്ട് ദിസ് ഇസ് ഗുഡ് ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു വർക്ക് ഔട്ട് റിയലി വെൽ ഫോർ യു. യു ആർ ടേക്കിംഗ് ദാറ്റ് എക്സ്ട്രാ മൈൽ to make your podcast the best one. So that itself makes you different, and I really appreciate you for doing that, and really appreciate you for coming here. So ആ ഒരു പോയിന്റ് കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. No, I had to say that. I had to say that. Thank you so much. Last I think ഒരു 5 minutes, the 3 lessons plus this, I think it was for me. Thank you so much. And frankly, if I were to say something, what you're trying to do, as far as like നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും and the dreams you have, or like നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, it's all like it's not there here, and I don't think the society is also ready to accept most of it. But still it is going to change a lot of people, and you're going to make a lot of difference in a lot of people, and I wish you all the best. Thank you so much for doing this, and yeah, I think that's it. Yeah. Okay, thank you. Thank you so much. Yeah, മലയാളി പറക്കട്ടെ. ശരിക്കും ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ. ലൈക്ക് ഹൗ ഡിഡ് യു ഫീൽ ലൈവ് ഇന്റർവ്യൂ? Much more comfortable. അല്ലേ? I think you should have a studio and call speakers there.